സംഘടിപ്പിക്കുവാനായിട്ട് താങ്ക് യു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ആരംഭിക്കാനായിട്ട് ആ, ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തൊരു വിഷയമായിരുന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും നമ്മുടെ സ്ക്രിപ്ചർ സ്കൂളിനോടുള്ള ബന്ധത്തിലും ആ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. വിശേഷിച്ച് പ്രിയ ഹെഡ് മാസ്റ്റർ നമ്മളെ ഓർപ്പിച്ചതുപോലെ തന്നെ ഓരോ കാലഘട്ടം കഴിയും തോറും നമ്മുടെ പെഡഗോഗി പഠന രീതികൾക്ക് മാറ്റമുണ്ടാകണം. ഈ അപ്ഡേഷൻസ് നമുക്ക് ഉണ്ടാകണം. ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. ഇതൊക്കെ എന്നും ആവശ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സെക്കുലർ രംഗങ്ങളിൽ, അതായത് സെക്കുലർ സ്കൂളുകളിൽ എല്ലാ വർഷവും ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. സെക്കുലർ സ്കൂളുകളിൽ വളരെ ദീർഘമായ നിലയിൽ BEd പോലുള്ള കോഴ്സുകൾ, MEd പോലുള്ള കോഴ്സുകൾ പഠിച്ച് ടീച്ചിങ്ങിന് വേണ്ടി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വരുന്നത്. ട്രെയിനിങ് കിട്ടിയ ആളുകൾക്കാണെങ്കിൽ പോലും എല്ലാ വർഷവും അവർക്ക് സ്പെഷ്യൽ അഡീഷണൽ ട്രെയിനിങ് അവർക്ക് കൊടുക്കാറുണ്ട്. കാരണം കാലഘട്ടത്തിനനുസരിച്ച് ഒത്തിരി മാറ്റങ്ങൾ ഈ പഠന പ്രക്രിയയിൽ ഉണ്ടാകുന്നുണ്ട്. അതിനനുസരിച്ച് അവരെ ടീച്ചേഴ്സ് എക്വിപ്ഡ് ആകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ സ്ക്രിപ്ചർ സ്കൂൾ, സൺഡേ സ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ സ്ക്രിപ്ചർ സ്കൂൾ വളരെ എഫക്റ്റീവായിട്ട്, വളരെ ക്രിയാത്മകമായി ചെയ്യേണ്ട വലിയൊരു ശുശ്രൂഷ കൂടിയാണ്. ഇന്ന് ഞാൻ ഈ പകൽക്കാലം ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതായിരിക്കാം. നിങ്ങൾ ഇതുപോലുള്ള റിഗറസ് ട്രെയിനിങ്ങുകളിലൂടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ അതിപുതുമയായി തോന്നുകയില്ല. എന്നാൽ പല കാര്യങ്ങളും നമുക്ക് ഒന്നുകൂടെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനായിട്ട്, ഒന്നുകൂടെ ഒന്ന് പുതുക്കുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഈ ക്ലാസ്സുകളെ, ഈ സെഷൻസിനെ തിരിച്ചറിയണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഈ ലോകത്തിൽ ഞാൻ സാധാരണ പലയിടങ്ങളിൽ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ക്യാമ്പുകൾക്കെല്ലാം സംബന്ധിച്ചിട്ടുള്ള എൻ്റെ പരിചയത്തിൽ നിന്ന് പറയുകയാണ്, കുട്ടികളുടെ ഉള്ള ശുശ്രൂഷയാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷ. കാരണം ഒരു പാസ്റ്ററിന്റെ റോള് തന്നെയാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അധ്യാപകരെ സംബന്ധിച്ച് യു ആർ എ പാസ്റ്റർ ഓഫ് എ സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരുപക്ഷെ ഞാൻ സഭയുടെ പാസ്റ്ററായി ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു മുഴു സഭയുടെ പാസ്റ്ററായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. എന്നാൽ നിങ്ങളും സിമിലർ റോൾ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. യു ആർ ഓൾസോ എ പാസ്റ്റർ. അതായത് നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളായിരിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാസ്റ്ററൽ റോള് തന്നെയാണ് നിങ്ങൾ പ്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ശുശ്രൂഷ തന്നെയാണ് നിങ്ങൾ നിവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഒരിക്കലും നിസ്സാരമായി കാണേണ്ട ഒരു ശുശ്രൂഷയല്ല. കുട്ടികളുടെ ഇടയിലുള്ള നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒട്ടും നിസ്സാരമായി കാണേണ്ട നിസ്സാരമായി കാണേണ്ട ഒരു സംഗതിയുമല്ല. പലപ്പോഴും പലയിടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടീച്ചിങ് മിനിസ്ട്രി അല്ലെങ്കിൽ ഈ സൺഡേ സ്കൂൾ അല്ലെങ്കിൽ സ്ക്രിപ്ചർ സ്കൂൾ പോലെയുള്ള പ്രവർത്തനങ്ങളെ ചില ആളുകൾ വളരെ നിസ്സംഗമായി കാണാറുണ്ട്. സഭ ഉൾപ്പെടെ, അല്ലെങ്കിൽ സഭയുടെ മുതിർന്നവർ, സഭക്കാർ, സഭയുടെ അഡ്മിനിസ്ട്രേഷൻസ് ഒക്കെ വളരെ നിസ്സാരമാ, അത് അവരുടെ പിള്ളേരുടെ പരിപാടി എന്ന് മാത്രം, പിള്ളേർ എന്ന് പറഞ്ഞ് അവരെ ഐസൊലേറ്റ് ചെയ്ത് മുദ്ര കുത്തി. ഞങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഉപവാസ പ്രാർത്ഥന, മറ്റ് പ്രോഗ്രാമുകൾ, മറ്റ് ആക്ടിവിറ്റീസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ പിള്ളേരുടെ പ്രോഗ്രാം ഒരു സെക്ടേറിയൻ, ഒരു ഐസൊലേറ്റഡ് കുറച്ചു പേർക്ക് വേണ്ടി മാത്രമുള്ള കുറച്ചു പേര് മാത്രം ശ്രദ്ധിക്കേണ്ടതായ ഒരു സംഗതി പോലെ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് പല ഇടങ്ങളിലും പല സഭകളിലും ഈ സൺഡേ സ്കൂൾ മിനിസ്ട്രീസിനെ വളരെ നിസ്സാരമാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈവൻ പാസ്റ്റേഴ്സ്, ഇൻക്ലൂഡിങ് പാസ്റ്റേഴ്സ്. അപ്പോൾ എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു നിഗ്ലക്റ്റഡ്, ഐസൊലേറ്റഡ്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയല്ല. ഏറ്റവും സഭയുടെ മുൻപന്തിയിൽ, അല്ലെങ്കിൽ സഭയുടെ കാതലായ ഒരു ശുശ്രൂഷ തന്നെയാണ് സ്ക്രിപ്ചർ സ്കൂൾ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്. സൺഡേ സ്കൂൾ, നമ്മുടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ സൺഡേ സ്കൂളിന്റെ ഒരു ഡിക്റ്റമുണ്ട്, ഒരു മോട്ടോ ഉണ്ട്. ഇന്നത്തെ സൺഡേ സ്കൂൾ നാളത്തെ സഭ എന്ന് പറയാറുണ്ട്. അതായത് ഇന്നത്തെ സൺഡേ സ്കൂളാണ് നാളെ ദൈവസഭയായി തീരുന്നത്. ഒരുപക്ഷെ ദുബായ് ചർച്ച് ഓഫ് ഗോഡിന്റെ ഭാവി എന്ന് പറയുന്നത് ഇന്നത്തെ സ്ക്രിപ്ചർ സ്കൂളാണ്, ഇന്നത്തെ സൺഡേ സ്കൂളാണ്. അപ്പൊ നമ്മുടെ സൺഡേ സ്കൂൾ എത്രത്തോളം എഫക്റ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ചിരിക്കും നാളത്തെ നമ്മുടെ സഭ ഈ ദേശത്ത് ദൈവം അനുവദിച്ചാൽ നിലനിൽക്കുന്നത്.
അതുകൊണ്ട് ഇറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ആൻഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് മിനിസ്ട്രി. ഞാൻ തുടർന്നുള്ള സമയങ്ങൾ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിട്ട് കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനും, ഇറ്റ്സ് എ വെരി ഇൻഫോർമൽ മീറ്റിംഗ് ആണ്. ഒരു പ്രസംഗം കേൾക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വൺ സൈഡഡ് ആയിട്ടിരിക്കുന്ന ഒരു ക്ലാസ് കേൾക്കുന്ന പോലെ. യു ക്യാൻ ഹാവ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസിന് അവസരം തരാം. അതുപോലെ തന്നെ യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻ ബിറ്റ്വീൻ. യു ക്യാൻ ഇന്ററാക്ട്. ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ യു ക്യാൻ ഇന്ററാക്ട്, അൺമ്യൂട്ട് ചെയ്യാം, ചാറ്റിൽ കൂടെ പറയാം. അപ്പോൾ മേക്ക് ഇറ്റ് വെരി ലൈവ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാനൊരു സ്ക്രീനിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഒന്ന് എഴുതിയെടുക്കാനും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാനും ഒക്കെയുള്ള അവസരം ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. സോ ആ കാര്യത്തിൽ നിങ്ങൾ ഉത്സാഹിക്കണം. ഈ സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് തോന്നുന്നു. യാ, സൺഡേ സ്കൂൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ക്രിപ്ചർ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വി ആർ ഡീലിംഗ് വിത്ത് ദി 50% ഓഫ് വേൾഡ്സ് പോപ്പുലേഷൻ. അതായത് ഈ ലോകത്തിലുള്ള ആ, ഈ ലോകത്തിലുള്ള ജനസംഖ്യയുടെ 50% ആളുകൾ, ഈ ലോകത്തിലെ ജനസംഖ്യയുടെ 50% ആളുകൾ അവര് ആ, കുഞ്ഞുങ്ങളും യൗവനക്കാരുമാണ്. അപ്പൊ നമ്മൾ നോക്കണം, നമ്മുടെ സഭയുടെ അതേ പ്രപ്പോർഷൻ നമ്മുടെ സഭയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എസ്പെഷ്യലി നമ്മുടെ സഭയാണെങ്കിൽ കൂടി നമ്മുടെ സഭയിലെ അംഗങ്ങളിൽ പകുതി ആളുകൾ യൗവനക്കാരാണ്, അല്ലെങ്കിൽ പകുതി കൂടുതൽ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു സമൂഹമാണ് യൂത്ത്സ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ച, നമ്മുടെ സഭകളൊക്കെ അഡൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് പലപ്പോഴും പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങള്, നമ്മൾ പറയുന്ന കാര്യങ്ങള്, പ്രാർത്ഥിക്കുന്നത്, സാക്ഷി പറയുമ്പോൾ, നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം, നമ്മൾ ഒരു വർഷം നമ്മുടെ ചർച്ചിൽ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിന്റെയും ഒരു ഇവാലുവേഷൻ നടത്തി നോക്കാൻ. വി ആർ ഓൾ ഫോക്കസിങ് ഓൺ അഡൾട്ട്. നമ്മൾ ഒരു മുതിർന്ന ആൾക്കാരെ സംബന്ധിക്കുന്ന, അത് വേണം. ഒരു സഭയാവുമ്പോൾ ഇതിന്റെ എല്ലാം ഒരു മിക്സ്ചർ ആണ് എന്ന് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു. അത് തന്നെ വേണം. എന്നാൽ ഹൗ ഓഫൺ വി ഗീവ് ദ പ്രൊപ്പോർഷൻ. നമ്മൾ ഒരു സഭയോടുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ ഹൗ 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 മച്ച് ഓഫ് എമൗണ്ട്, അല്ലെങ്കിൽ എത്ര പോർഷൻ ആണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ നമ്മുടെ കാര്യപരിപാടികളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ കുട്ടികളെ ഫോക്കസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ യൂത്ത്സിനെ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ എത്രമാത്രം നമ്മുടെ പ്രോഗ്രാംസിനെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം ലോകത്തിലെ തന്നെ പകുതി ജനസംഖ്യ യൗവനക്കാരും കുട്ടികളുമാണ്. അത് തന്നെ, ആ പ്രൊപ്പോർഷൻ തന്നെ നമ്മുടെ ചെറിയ യൂണിറ്റ് ആയിരിക്കുന്ന സഭയിലും അങ്ങനെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമുകളിലും നമ്മുടെ ഇന്ററാക്ഷൻസിലും ഡെലിബറേഷനും ഒക്കെ ഈ കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ആ മിഷനിൽ പരാജയപ്പെടുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ചർച്ച് ഷുഡ് ബി എ ചിൽഡ്രൻ ഫ്രണ്ട്ലി, കിഡ്സ് ഫ്രണ്ട്ലി, യൂത്ത് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നാണ് ഞാൻ പൊതുവെ ആഗ്രഹിക്കാറുള്ളത്. കാരണം അതിന്റെ മോർ ദാൻ ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ, മോർ ദാൻ ഹാഫ് ഓഫ് ദി അറ്റൻഡീസ് ഇൻ ദ ചർച്ച് ഡിപ്പെൻഡ്സ് ഓർ കംസ് അണ്ടർ ദി ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ആൻഡ് യൂത്ത്സ്. അപ്പോൾ നമ്മുടെ പാട്ടുകളും പ്രസംഗങ്ങളും ചിന്തകളും എല്ലാം നമ്മുടെ അവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് കൂടി ഉൾപ്പെടെ മനസ്സിലാകേണ്ടതുമാണെന്നുള്ള ആയിരിക്കണം നമ്മുടെ ശുശ്രൂഷ. ഐ എം ടോക്കിംഗ് അബൌട്ട് എ ജനറൽ മിനിസ്ട്രി. അപ്പോൾ 50% ആളുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ത്രൂ ചിൽഡ്രൻ സ്ക്രിപ്ചർ സ്കൂൾ, യൂത്ത് ക്ലാസ്, എക്സെട്ര. അടുത്തൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഞാൻ ഇന്ന് വൈകിട്ട് പാരന്റൽ കൗൺസിലിംഗ് പറയുന്ന സമയത്ത് അധികം എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. സോ ഐ വോണ്ട് ഗിവ് മച്ച് എക്സ്പ്ലനേഷൻ നൗ. വൈകുന്നേരമുള്ള നമ്മുടെ മീറ്റിംഗിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിനുള്ള ഒരു പ്രൊമോഷൻ ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് വി പൊസസ്, ഇറ്റ് ഈസ് എൻറ്റയർലി എ ഗോഡ്സ് ഗിഫ്റ്റ്.
ദൈവത്തിന്റെ ദാനവും ദൈവത്തിന്റെ അവകാശവുമാണ്. സോ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഒരു ഇൻഹെറിറ്റൻസ് ആണ് കുട്ടികൾ എന്ന് പറയുന്നത്. സോ വി ഹാവ് റിസീവ്ഡ് ഇറ്റ്, വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. അപ്പൊ നമുക്ക് സ്വന്തം മാതാപിതാക്കളാണെങ്കിലും സൺഡേ സ്കൂളിൽ നിങ്ങൾക്ക്, സ്ക്രിപ്ചർ സ്കൂളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗോഡ്സ് ഗിഫ്റ്റ് ടു റിപ്പയർ ഓൺ, ടു വർക്ക് ഓൺ. നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ ഒരു അധ്യാപികയുടെ മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവം നിയോഗിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളെ ദൈവം ഫൈൻഡ്, ഓർ കർത്താവ് കണ്ടു, ദൈവം കണ്ടു, യു വുഡ് ബി ആൻ അപ്രോപ്രിയേറ്റ് പേഴ്സൺ ടു നർച്ചർ. ഈ ഒരു കുഞ്ഞിനെ ആത്മീയതയിൽ വളർത്താനായിട്ട് നിങ്ങളെയാണ് ദൈവം നിയോഗിച്ചിരിക്കുന്നത്. സോ ദർ ഈസ് എ ഗ്രേറ്റ് വാട്ട് യു സേ എ കൈൻഡ് ഓഫ് എ ഗ്രേറ്റ് കമ്മീഷൻ നിങ്ങളുടെ മേലുണ്ട് ഒരു കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ. ഈ ഭാഗം ഞാൻ വൈകിട്ട് അധികം എംഫസൈസ് ചെയ്ത് സംസാരിക്കാം. അടുത്തത് ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്, വൈ യു ആർ മച്ച് പ്രിവിലേജ് എന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ വെരി റോ മെറ്റീരിയൽ ആണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. ഐ വുഡ് സേ ഇറ്റ് ഈസ് ലൈക്ക് ആൻ അൺറിട്ടൺ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സ്ക്രീനിൽ കാണുമ്പോൾ ഇവിടെ അൺറിട്ടൺ വൈറ്റ് പേപ്പർ എന്ന് മാത്രമേ കാണത്തുള്ളൂ. ഞാനിപ്പോൾ ഒരു പടവും കാണിക്കുന്നു. സോ ഇതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല, ഈ ഒരു പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ല. ഇതിനകത്ത് ആദ്യം എന്താണോ എഴുതുന്നത് അത് അതിനകത്ത് തെളിഞ്ഞു കിടക്കും. സോ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ എന്ന നിലയിൽ യു ആർ മച്ച് പ്രിവിലേജ് ടു ഇൻസ്ക്രൈബ് ദി ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ചൈൽഡ്സ് ഹാർട്ട്. ഒരു കുഞ്ഞുങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് ഒന്നും എഴുതാത്ത ഒരു വെള്ള കടലാസ് പോലെയാണ്. ഇതിൽ ആദ്യം ആരാണോ എഴുതാൻ ഭാഗ്യം ലഭിക്കുന്നത് ദേ ആർ പ്രിവിലേജ്ഡ്. കാരണം ഈ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ആദ്യം എഴുതി കൊടുക്കുന്ന ആദ്യ പാഠങ്ങളാണ് ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, ഇത്രയും നാളത്തെ മിനിസ്ട്രിയൽ ശുശ്രൂഷ പരിചയമൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചിട്ടുള്ള വാക്യങ്ങൾ, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഇന്നും എനിക്ക് വളരെ മനഃപ്പാടമാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ മിനിസ്ട്രിക്ക് ആവശ്യമായിട്ട് കുറച്ച് വാക്യങ്ങളൊക്കെ ഒന്ന് മനഃപ്പാടമാക്കാനും അല്ലെങ്കിൽ അത് ഒന്ന് ഗ്രഹിക്കാനൊക്കെ ശ്രമിച്ചു. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും ചില കാര്യങ്ങൾ കാണാതെ മനസ്സിലാക്കി വെക്കാനും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനൊക്കെ. ഐ ഓൾവേസ് സംടൈം ഡിപ്പെൻഡ് ഓൺ നോട്ട്സ്. ഞാൻ എന്തെങ്കിലും നോട്ടുകളൊക്കെ നോക്കി അതിലാണ് ഈവൻ മൈ മെസ്സേജ് ഓൾസോ. എന്നാൽ ഒരു കുഞ്ഞുങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് അതിനകത്ത് ആദ്യം ആർക്കാണ് എഴുതി കൊടുക്കാൻ പറ്റുന്നത്, ആദ്യം എഴുതി കൊടുക്കുന്നത് ആ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കും. ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ലൈക്ക് സ്ക്രിബിൾഡ്, ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പേപ്പറാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പം തന്നെ നിങ്ങൾ ഒരു പക്ഷേ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് എന്തോ ഉണ്ടാക്കണം എന്ന് ചിലപ്പം വിചാരിക്കുന്നുണ്ടാകും. അയ്യോ, ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചൊന്നും പ്രിപ്പയർ ആയിട്ടില്ലല്ലോ, കിച്ചണിലെ പണികൾ കിടക്കുന്നുള്ളൂ. ഒരു പക്ഷേ നാളെ എൻ്റെ ജോലി, എൻ്റെ വർക്ക് പ്രഷർ, എൻ്റെ ജോലിയുടെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ പഠിത്തം, അവരുടെ ഹോംവർക്ക്, ഇത് അവരുടെ പിള്ളേരുടെ പരീക്ഷ, നൂറുകൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. സോ അതിനകത്തുനിന്ന് ഞാൻ ഇവിടുന്ന് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഇറ്റ്സ് ഓവർ റൈറ്റിംഗ്. എപ്പോഴും അതിന്റെ മുകളിലൂടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് വിൽ ബി സംതിങ് സിഗ്നിഫിക്കൻറ്റ് ഇൻ അവർ ചർച്ച് ഓൾസോ. സഭയിലായാലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം അവിടെ വന്ന് നിങ്ങൾ പലരും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവിടെ വന്ന് ഇരുന്ന് തരുന്നുണ്ട്. പക്ഷെങ്കിൽ ഇരിക്കുമ്പോഴും ഈവൻ ഐ കുഡ് സീ, നിങ്ങളുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ, കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എത്ര പേര് ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ളത്തിലോട്ട് കയറ്റുന്നുണ്ടെന്നുള്ളത് ബീങ് എ ടീച്ചർ എനിക്ക് നന്നായിട്ട് അത് ഗ്രഹിക്കാനായിട്ട് പറ്റും. അപ്പോൾ ചില ആളുകൾ ഒത്തിരി വർക്ക് പ്രഷറും വർക്ക് ലോഡും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതെല്ലാം മനസ്സിലിങ്ങനെ നിറച്ചെഴുതി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിലൂടെ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും പ്രസംഗിച്ചാൽ അല്ലെങ്കിൽ പാസ്റ്റർ അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാലും ഇറ്റ്സ് ഓൾവേസ് ഓവർ റൈറ്റിംഗ്. അതിൻ്റെ മുകളിലൂടെ എഴുതി പോവുകയാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മണ്ട കൂടെ എഴുതിയാൽ നമുക്കൊട്ടും ഇനിയും മനസ്സിലാക്കാനും പോകുന്നില്ല. എന്നാൽ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, ദേ ആർ വെരി ഫ്രഷ്. അവരുടെ ഹൃദയത്തിൽ ആരും ഒന്നും എഴുതി കൊടുത്തിട്ടില്ല. സോ അവർക്ക് ആദ്യം എഴുതി കൊടുക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നവരാണ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്. അപ്പോൾ ദാറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ്. നിങ്ങൾ എന്ത് എഴുതി കൊടുക്കുന്നുവോ അത് അവരുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. നിങ്ങൾ എന്ത് അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ അത് അവരുടെ ഹൃദയത്തിൽ ആദ്യ പാഠമായി കുറിക്കൊള്ളും. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും
ദ ഫസ്റ്റ് തിങ് ദാറ്റ് ദേ ലേൺഡ്, അത് അവരുടെ ഹൃദയത്തിൽ എന്നും ഒരു 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 മർമ്മമായി, അല്ലെങ്കിൽ ഒരു വലിയൊരു സംഗതിയായി അവരുടെ ഹൃദയത്തിൽ നിലനിൽക്കും. ഞാൻ സാധാരണ പറയുന്ന മറ്റൊരു കാര്യം കൂടെ പറയാം. ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ, ഈ നമ്മൾ പറയുന്ന സ്ക്രിപ്ചർ സ്കൂൾ, സൺഡേ സ്കൂളിനെ എല്ലാം ഒറ്റ വാക്കിൽ വിളിക്കാൻ പറ്റുന്ന ടൈറ്റിലാണ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ. സോ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഈസ് ലൈക്ക് എ പ്ലാന്റിങ്. അതൊരു ഒരു പ്ലാന്റ്, ഒരു ചെടി അല്ലെങ്കിൽ ഒരു പ്ലാന്റിങ് നടത്തുന്നത് പോലെയാണ്. നമുക്കറിയാം, നമുക്ക് ഒരു വർഷത്തെ ഈൽഡ്, ഒരു വർഷത്തിനുള്ളിൽ ഈൽഡ് ലഭിക്കണമെങ്കിൽ, ഒരു വർഷത്തേക്കുള്ള ഒരു എക്സ്പയറിയിലാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് പ്ലാന്റ് ചെയ്യും? വർഷത്തിനുള്ളിൽ നമുക്ക് അതിന്റെ ഫലമെല്ലാം കിട്ടണം. അത് ഫലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പരിപാടിയെല്ലാം കഴിയും. എന്തായിരിക്കും ഒരു വർഷം കൊണ്ട്, ഒരു വർഷത്തിന്റെ മാത്രം എക്സ്പയറിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം? ആർക്കെങ്കിലും പറയാം? ഒരു വർഷം മാത്രം നമുക്ക്, ഒരു വർഷം അതിന്റെ ആയുസുള്ളൂ, അത് കഴിഞ്ഞാൽ അതിന്റെ തീരും പരിപാടി. ഇഫ് യു വാണ്ട് ടു പ്ലാൻ ഫോർ 1 year, what would we plant? Yes, we would plant a crop like എന്താ, വീറ്റോ റൈസോ, ഇതൊക്കെയാണ് നമുക്ക് അത് നടുന്നു. ഒരു വർഷം കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട്, അതിന്റെ ഫ്രൂട്ട് കിട്ടുന്നു. എടുത്ത് അതെല്ലാം വെട്ടി അരിഞ്ഞ് പെറുക്കി അതെല്ലാം പിന്നെ ആ ചെടി നമ്മളവിടെ കാണുന്നില്ല. ആ ചെടി അവിടെ അവിടെ അതിന്റെ ആയുസ് തീർന്നു. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു പ്ലാന്റ് ഫോർ സംതിങ് ഫോർ 1 year, യു കുഡ് പ്ലാന്റ് എ ക്രോപ്പ് that would be give you an yield after 1 year. But if you want to plan for something a long years, കുറച്ചുകൂടെ വർഷങ്ങൾ നിലനിൽക്കുന്ന എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യും? നമ്മളൊരു മാംഗോ ട്രീ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ജാക്ക് ഫ്രൂട്ട് ട്രീ പ്ലാൻ ചെയ്യാം. എന്തെങ്കിലും ഒരു ട്രീ പ്ലാൻ ചെയ്താൽ ദാറ്റ് വുഡ് ഗീവ് യു ഈൽഡ്സ് ഫോർ മെനി ഇയേഴ്സ്. പല വർഷങ്ങളോളം നമുക്ക് അതിന്റെ ഫ്രൂട്ട് കിട്ടും. എന്നാൽ പോട്ട് ഒരു മാംഗോ ട്രീ ആണെങ്കിലും ഒരു ആപ്പിൾ ട്രീ ആണെങ്കിലും, ഹൗ മെനി ഇയേഴ്സ് യു ക്യാൻ ഗെറ്റ് ആൻ ഈൽഡ് ഫ്രം ദാറ്റ് ട്രീ? 100, 100, 150, 200 മാക്സിമം. നമുക്ക് അതിന്റെ അറിയത്തില്ല ആയുസ് എത്ര ഉണ്ടാവും. മേ ബി ഹാർഡ്ലി 100 ഇയേഴ്സ് ഒരു മരത്തിന്റെ ആയുസ്. അത് കഴിഞ്ഞാൽ അത് ദ്രവിച്ച് ഉണങ്ങി അതില്ലാതെയാണ്. സോ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ റിസൾട്ട് ഫോർ 100 years or more than some years, you could have planted a tree. But Christian education is planting for eternity. നിത്യതയോളം നമുക്ക് ഫലം തരാൻ കഴിയുന്ന ഒന്നാണ് സ്ക്രിപ്ചർ സ്കൂൾ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ. ബിക്കോസ് വി ആർ പ്ലാന്റിങ് എ സോൾ. ഒരു ആത്മാവിന്റെ മേലാണ് നമ്മൾ നർച്ചർ ചെയ്യുന്നത്. സോ ദാറ്റ് വുഡ് ലീഡ് അപ് ടു എറ്റേണിറ്റി. നിത്യതയോളം അതിനെ ദൈർഘ്യമുള്ള, നിത്യതയോളം ചെല്ലുന്ന ഒന്നാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നത്. സോ ഇഫ് യു വാണ്ട് ടു പ്ലാൻ ഫോർ 1 year, ഒരു 1 year കൊണ്ട് തീരുന്ന പ്ലാന്റ് നമുക്ക് ചെയ്യാം. ഇഫ് യു വാണ്ട് ടു പ്ലാൻ ഫോർ സം ഇയേഴ്സ്, സം മോർ ഇയേഴ്സ്, യു ക്യാൻ പ്ലാന്റ് എ ട്രീ. ബട്ട് ഇഫ് യു വാണ്ട് ടു പ്ലാന്റ് സംതിങ് ഫോർ ലൈഫ് ലോങ് ഓർ എറ്റേണിറ്റി, ഇറ്റ് ഈസ് പ്ലാന്റിങ് ഫോർ എറ്റേണൽ ഗ്രോത്ത് ഓഫ് എ കിഡ്. ഒരു 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 പൈതലിന്റെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ എറ്റേണിറ്റി വരെ, നിത്യതയോളം നിത്യതയോളം നിൽക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം. I think the screen is still there. Yeah. നിത്യതയോളം നമ്മളെ എത്തിക്കുന്ന, നിത്യതയോളം നമ്മെ എത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് just a minute. നിത്യതയോളം നമ്മെ എത്തിക്കുന്ന ഒന്നാണ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഞാനിത് പറഞ്ഞു വരുന്നത്, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ഒരു വർഷത്തേക്കുള്ള ഈൽഡിന് വേണ്ടിയല്ല. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ഒരു കേവലം ചില വർഷങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയല്ല. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ഇറ്റ്സ് ഫോർ എ അൺഎൻഡിങ്, അതായത് ഒരിക്കലും അവസാനിക്കാത്ത നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്ലാന്റിംഗ് ആണ് ചെയ്യുന്നത്. സോ ഹൗ ഇൻ ഹൗ 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 ബിഗ് യുവർ മിഷൻ ഈസ്. നമ്മുടെ ശുശ്രൂഷ എത്ര വലുതാണ്.
കാരണം നമ്മളൊരു ചെറിയ കുഞ്ഞിനെ ആയിരിക്കും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്. ഒരു ഒന്നാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ അല്ലെങ്കിൽ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് നമുക്ക് തോന്നുന്ന ഒരാളോടായിരിക്കും നമ്മളിത് സംസാരിക്കുന്നത്. എന്നാൽ നമ്മൾ നിത്യതയോളം എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സോ വി ആർ പ്ലാന്റിംഗ് ഫോർ എറ്റേണൽ പർപ്പസ്. ഇത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇതിന് കുറച്ച് മറുപടി തരണം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ കഴിയും? ഈ കാണുന്നത് എന്താണ്? സംബഡി ക്യാൻ സ്പീക്ക് ഔട്ട്. മാംഗോ ആണോ ഇത്? ആപ്പിൾ. ആപ്പിൾ. ഓക്കെ. ആപ്പിളിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. വാട്ട് ഓൾ തിങ്സ് യു നോ അബൌട്ട് ആപ്പിൾ? An apple a day keeps the doctors away. Yeah, an apple for a day will keep a doctor away. Yeah, എല്ലാരും പറയുന്നൊരു കാര്യം. അതല്ലാതെ റെഡ് കളർ. യെസ്, ഗുഡ്, വെരി ഗുഡ്. ആപ്പിൾ ഈസ് എ റെഡ് കളർ. പിന്നെ ഗ്രീൻ ഒക്കെ ഉണ്ട്, എന്നാലും ഇപ്പോൾ ഈ കണ്ട ആപ്പിൾ റെഡ് കളറാണ്. പിന്നെ ഉള്ളില് സീഡ്സ് ഉണ്ട്. ഉള്ളിൽ സീഡ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ It is a fruit. ഇറ്റ് ഇസ് എ ഫ്രൂട്ട്. ഓക്കെ. യാ, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇച്ചിരി സിഗ്നിഫിക്കൻ്റ് ആണ്. ഒരാൾ പറഞ്ഞത് ഈ ആപ്പിൾ റെഡ് കളറാണ്, ആപ്പിൾ കഴിച്ചാൽ ഒരു ദിവസം ഡോക്ടറിനെ നമുക്ക് ഒഴിവാക്കാം, ഇത് റെഡ് കളറാണ്, ഇത് ഫ്രൂട്ട് ആണ്. ബട്ട് നമ്മൾ പലപ്പോഴും വളരെ ഗൗനിക്കാത്തൊരു കാര്യമുണ്ട്. ഇതിനകത്തൊരു സീഡ് ഉണ്ട്, അല്ലേ? ആ സീഡ് നമ്മൾ കഴിക്കത്തില്ല, നമ്മൾ മുറിച്ച് സീഡ് എടുത്ത് കളയും. നമ്മൾ ഈ ആപ്പിളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, ആട്രിബ്യൂട്ട്സ്, അതിന്റെ ഒത്തിരി ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ക്വാളിഫിക്കേഷൻ ആണ് അതിനകത്തൊരു സീഡ് ഉണ്ടെന്നത്. എന്നാൽ നമ്മളത് കഴിക്കാൻ ഉപയോഗിക്കത്തില്ല, നമ്മളത് കളയും, നമ്മളത് ഉപയോഗിക്കത്തില്ല, നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാൽ ആ സീഡാണ് അടുത്തൊരു പ്ലാന്റ് ആക്കി മാറ്റാൻ കഴിയുന്നത്, അടുത്തൊരു ആപ്പിൾ മരമാക്കി മാറ്റാൻ കഴിയുന്നത് ആ സീഡിനാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ദേ വിൽ ബി എ നോട്ടി ബോയ് ഓർ ഗേൾ, വളരെ കുസൃതി കാണിക്കുന്ന ഒരു പയ്യനായിരിക്കും, ചർച്ചിലിരുന്ന് അശ്രദ്ധയായിട്ടിരിക്കുന്ന ആളായിരിക്കും, നമ്മുടെ സൺഡേ സ്കൂളിൽ നമ്മൾ പാടുപെട്ടായിരിക്കും അയാളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിൽ മുമ്പിലിരുന്ന് പുസ്തകത്തിൽ കുത്തി വരയ്ക്കുകയും പേന കൊണ്ട് തട്ടിക്കളിക്കുകയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരിക്കും. ബട്ട് ദേ ആർ വെരി സിഗ്നിഫിക്കൻറ്റ്. അവർ അടുത്ത ഒരു വലിയ ജനറേഷനെ വാർത്തെടുക്കാൻ പ്രാപ്തിയുള്ളത്. അപ്പോൾ ഈ ആപ്പിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴും ഇതിനകത്ത് ആപ്പിളിന്റെ സീഡ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്ക് തോന്നിയെങ്കിൽ പോലും ഒരു ആപ്പിൾ മരം വരെയും സൃഷ്ടിക്കാൻ കഴിയുന്ന ശക്തി ഉള്ളതാണ്, അല്ലെ അതിനുള്ള കെൽപ്പുള്ളതാണ് അകത്തെ സീഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ലൈക്ക് അവർ ചിൽഡ്രൻ. നമ്മുടെ കുട്ടികളും അത് തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നമ്മൾ വളരെ കൗതുകത്തോടെ കാണുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, മേ ബി ദേ ഫീൽ വെരി ഇൻസിഗ്നിഫിക്കൻറ്റ് ഫോർ അസ്, ബട്ട് നമ്മുടെ നാളത്തെ സഭയുടെ ഭാവിയും അടുത്തൊരു ജനറേഷനെ മുഴുവൻ നിലനിർത്താൻ കഴിയുന്ന ഒരു വലിയ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്, ഒരു സോളാണ് ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. സോ എത്രമാത്രം അവരെ നമ്മൾ എക്വിപ്പ് ചെയ്യാൻ കഴിയുമോ, എത്രമാത്രം നമ്മൾ അവരെ അതിനുവേണ്ടി സജ്ജരാക്കാൻ കഴിയുമോ, ദേ വുഡ് ബി ദി ഫ്യൂച്ചർ ജനറേഷൻ. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് സമയമില്ലാത്തത്. ആസ് ഐ സെഡ് ഏർലിയർ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ടീച്ചിങ് ഈസ് എ കോളിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വിളി ലഭിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെ ആരെങ്കിലും അപ്രോച്ച് ചെയ്ത് കാണും, ഹെഡ് മാസ്റ്ററോ പാസ്റ്ററോ ഇന്നൊരു ക്ലാസ് ഉണ്ട് പഠിപ്പിക്കാമോ, വിത്ത് സം ഹെസിറ്റേഷൻ ആയിരിക്കാം നിങ്ങൾ ആ മിനിസ്റ്റർ ചെയ്യുന്നത്. ശനിയാഴ്ച വേണമെങ്കിൽ അത്രയും സമയം കൊണ്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യാം, വീട്ടിൽ നമുക്ക് ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. സം ടൈം വി ഫീൽ വെരി എക്സോസ്റ്റഡ്. നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു ബാധ്യതയായിട്ട് തോന്നും. നാട്ടിലേക്ക് ഞാൻ പലപ്പോഴും ചലഞ്ച് നേരിട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ക്ലാസ് ഒരു ടീച്ചറിനെ ഏൽപ്പിക്കാനായിട്ട് ആകുന്ന പണി മൊത്തം പണിതാൽ മാത്രമേ ഒരാൾ വില്ലിങ് ആകത്തുള്ളൂ. ചില സന്ദർഭങ്ങളിൽ പാസ്റ്റർ എനിക്ക് സമയമില്ല, ഞങ്ങൾക്ക് പറ്റത്തില്ല, എനിക്ക് മറ്റു പരിപാടിയുണ്ട്, എനിക്ക് ജോലിയുണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പലരും ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ടീച്ചിങ് ഈസ് എ കോളിംഗ്. ദൈവം നിങ്ങളെ അതിനായിട്ട് നിയോഗിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഹെഡ് മാസ്റ്ററോ പാസ്റ്ററോ അതിന്റെ പിന്നിൽ ഒരു ട്രിഗറിങ് ഫാക്ടറായി കാണാം, നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടോ നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കാനായിട്ടോ. പക്ഷെങ്കിൽ നിങ്ങളിലേക്ക് ഈ ശുശ്രൂഷ വന്നത് ഇറ്റ്സ് നോട്ട് ആക്സിഡന്റ്. ഈ കുഞ്ഞുങ്ങളെ ഈ ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങളിലേക്ക് വന്നത് ഇറ്റ്സ് നോട്ട് ആക്സിഡന്റലായിട്ട് മറ്റാരെയും കിട്ടാഞ്ഞത് കൊണ്ടോ വേറെ ആർക്കും ഇത് എടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ടല്ല. ഇറ്റ് ബിക്കോസ് ദർ വാസ് എ കോളിംഗ് ഓൺ യു. നിങ്ങളിൽ ഒരു
ശുശ്രൂഷയെക്കുറിച്ചൊരു ദൈവവിളി നിങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭിച്ചിരിക്കുന്നത്. സോ കൺസിഡർ ഇറ്റ് ആസ് എ ഗോഡ്സ് കോളിംഗ്. സോ സാധാരണ പറയുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്, മദർ ഗീവ്സ് ലൈഫ്, ടീച്ചർ ഗീവ്സ് പേഴ്സൺ. ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് ജീവൻ കൊടുക്കാൻ കഴിയും. ദാറ്റ്സ് എ റോൾ ദാറ്റ് മദർ ക്യാൻ പ്ലേ. എന്നാൽ ഒരു 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 വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ആളിനെ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി മാറ്റുന്നത് ടീച്ചറാണ്. സോ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ നല്ലൊരു ശതമാനവും സമയം ടീച്ചേഴ്സിന് മുമ്പിൽ അവർ ചെലവിടുന്നുണ്ട്. ഒരു 12ാം ക്ലാസ്സിൽ അവർക്ക് ഒരു ജോലി കിട്ടുന്ന സമയം വരെ ദേ സ്പെൻഡ് എ എനോർമസ് ടൈം ബിഫോർ എ ടീച്ചർ. സോ ടീച്ചറിന്റെ വലിയൊരു റോളുണ്ട് ഒരു വ്യക്തിയെ ഒരു വ്യക്തിയാക്കി മാറ്റാനായി. സോ മദറിന് ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ കഴിയുന്നത് പോലെ ആ ജീവൻ കൊടുത്ത വ്യക്തിക്ക് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന ആളാണ് ടീച്ചർ. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് മിനിസ്ട്രി, ഗ്രേറ്റ് കോളിംഗ്. അതായത് നമ്മളിൽ ഉണ്ടായിരിക്കുന്നത് ഒരു മഹാവിളിയാണ്, മഹാനിയോഗമാണ്. 2 തിമോത്തിയോസ് 1:9-2 ഒക്കെ വായിക്കുമ്പോൾ നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്നത് ഒരു വലിയ നിയോഗമാണ്, ഒരു വലിയ വിളിയാണ്. പൗലോസ് തന്നെ കുറിച്ച് പറയാണ്, ദ ഗോഡ്സ് കോളിംഗ്, ദ ഹൈലി കോളിംഗ്, ഒരു ഗ്രേറ്റ് കോളിംഗ് എൻ്റെ മേൽ കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ആക്സിഡന്റലായിട്ടായിരിക്കും വന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം ഇതെങ്ങനെയോ ഞാൻ ചെയ്യേണ്ടി വരികയാണെന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യേണ്ടി വരുന്നത് ബിക്കോസ് ഗോഡ് ഹാസ് കോൾഡ് യു വിത്ത് എ ഗ്രേറ്റ് കോളിംഗ്. നിങ്ങളെ ഒരു വലിയ വിളി കൊണ്ട് വിളിച്ചിരിക്കുക കൊണ്ടതാണ് നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. സോ കൺസിഡർ യുവർ സെൽഫ് ആസ് എ ഗ്രേറ്റ് മിനിസ്റ്റർ. നിങ്ങളെ തന്നെ വലിയൊരു ശുശ്രൂഷക്കാരായിട്ട് തന്നെ കണക്കാക്കുക. വേറെ ആർക്കും ലഭിക്കാതിരുന്ന ഒരു ശുശ്രൂഷ ദൈവം എനിക്ക് നിയോഗിച്ച് തന്നിരിക്കുന്നു. സോ ഐ ആം പ്രിവിലേജ്ഡ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് ഗ്രേറ്റ് മിനിസ്ട്രി. ഇറ്റ്സ് ഓൾസോ എ ഗ്രേറ്റ് കമ്മീഷൻ. അതൊരു വലിയ നിയോഗമാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് കമ്മിറ്റ്മെന്റ്. ഒരു കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് കമ്മിറ്റ്മെന്റ്, വില്ലിംഗ് ടു ഗോ ഡൗൺ. ഇപ്പം നിങ്ങളെ ചർച്ചിന്റെ സെക്രട്ടറി ആക്കാമെന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു കമ്മിറ്റി മെമ്പർ ആക്കാമെന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു പാസ്റ്റർ ആക്കാമെന്നോ, അല്ലെങ്കിൽ എന്തിൻ്റെയും ഒരു പ്രസിഡന്റ് ആക്കാമോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം തോന്നും. എന്നാൽ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ ആക്കാന്ന് പറഞ്ഞാൽ യു ഷുഡ് ബി തിങ്ക്, എന്നെ വെറും ഒരു ടീച്ചർ മാത്രം വില്ലിംഗ് ടു, നമ്മൾ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നും. പക്ഷെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് കമ്മിറ്റ്മെന്റ്. കാരണം ഒരു കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം അത് ഏറ്റവും ഒരു മഹത്തായ കാര്യമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണേണ്ടത്. സോ ഇറ്റ് ഈസ് എ കമ്മിറ്റ്മെന്റ്, വില്ലിംഗ് ടു ഗോ ഡൗൺ ആസ് മച്ച് ആസ് വി ക്യാൻ. ഒരു കുഞ്ഞിന്റെ നിലവാരത്തിലേക്ക് നമുക്ക് താണു പോകാൻ കഴിയുന്ന ഒന്നാണ് ടീച്ചിങ് മിനിസ്ട്രി എന്ന് പറയുന്നത്. അതിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ ഇറ്റ്സ് എ ഗ്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു വില്ലിംഗ് ടു ഗോ ഡൗൺ ആസ് മച്ച് ആസ് പോസിബിൾ ടു ദി വെരി ഗ്രൗണ്ട് റിയാലിറ്റി. ഒരു കുഞ്ഞു ഹൃദയത്തിന്റെ അവസ്ഥയിലേക്ക് മുഴുവനായിട്ട് മാറ്റപ്പെടാൻ കഴിയുന്ന ഒരവസ്ഥ. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് മിനിസ്ട്രി ഫസ്റ്റ് ഓഫ് ഓൾ. സോ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞൊരു വാക്കാണ്, ഫസ്റ്റ് ഐ ലേൺ ടു ലവ് മൈ ടീച്ചർ, ദെൻ ഐ ലേൺ ടു ലവ് മൈ ടീച്ചേഴ്സ് ഗോഡ്. അപ്പോൾ നമ്മുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു ശനിയാഴ്ച മാത്രം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് അവിടെ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത ശനിയാഴ്ച മാത്രം നമ്മൾ അവരെ കാണുന്ന ശുശ്രൂഷയല്ല. മറിച്ച് ഇറ്റ്സ് എ വെരി പേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഉണ്ടാക്കേണ്ടതായ ഒരു വലിയ പേഴ്സണൽ റിലേഷൻഷിപ്പാണ് ടീച്ചിങ് മിനിസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന ദൈവത്തെ അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓൺലി ത്രൂ വാട്ട് വി സേ. നമ്മൾ പറയുന്ന നമ്മുടെ ക്ലാസ് ലെസൺസ് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയല്ല ദൈവത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയേണ്ടത്, മറിച്ച് നമ്മളിലൂടെയാണ് ആ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയേണ്ടത്. അപ്പോൾ സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ബ്രിങ് എ റാപ്പോ വിത്ത് അവർ കിഡ്സ്, അവർ ചിൽഡ്രൻ. നമ്മൾ കുട്ടികളുമായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന ദൈവത്തെ അവർക്ക് പരിചയപ്പെടാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മൾ കാണുന്നത്, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മൾ ആകെ ഒരു ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടുന്ന ഒരു സംവിധാനം മാത്രമായിട്ട് പലപ്പോഴും നമ്മുടെ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് മാറാറുണ്ട്. എന്നാൽ അവർക്ക് ആദ്യം നമ്മളെ ഇഷ്ടപ്പെടണം. ആദ്യം എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രസംഗിക്കുന്നത് ഇഷ്ടപ്പെടത്തുള്ളൂ. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നതും കേൾക്കത്തില്ല. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവർ വളരെ നിസ്സംഗതയോടെ കേൾക്കത്തുള്ളൂ. സോ എന്നെ ഇഷ്ടപ്പെട്ടാൽ, കുട്ടികളുടെ ഹൃദയം അങ്ങനെയാണ്, ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന എന്തിനും വിലയുണ്ട്. അവർ പറയുന്നത് പൊൻവാക്കായിട്ട് അവർ കാണും. അതായത് അവർ വലിയ ട്രഷേഴ്സ് ആയിട്ട് അവർ കാണും. അപ്പൊ നമ്മളെ ആദ്യം സ്നേഹിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റിയാൽ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നത് ഈസിലി ദേ വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കൺവിൻസ്ഡ്.
അപ്പോൾ ഫസ്റ്റ് ഐ ലേൺ ടു ലവ് മൈ ടീച്ചർ, ദെൻ ഐ ലേൺ ടു ലവ് മൈ ടീച്ചേഴ്സ് ഗോഡ്. അപ്പം നമ്മൾ ദൈവത്തെക്കുറിച്ച് എത്ര അവരോട് പഠിപ്പിച്ചാലും അവർക്കത് ഗ്രഹിക്കണമെന്നില്ല. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഒരു ടീച്ചർ എന്ന നിലയിൽ ആ കുഞ്ഞ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ദൈവത്തെയും അവർ സ്നേഹിക്കും. സോ ദാറ്റ് ഈസ് ഒരു റൂളാണ്. ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളോട് നിങ്ങളോട് പറയാം. സോ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ, ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇറ്റ്സ് എ ടീച്ചിങ്. നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ, ആവർത്തന പുസ്തകത്തിൽ 66:6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്ത് ചെയ്യണം? പഠിപ്പിക്കണമെന്നാണ് യഹൂദന്മാര് പ്രമാണം പറയുമ്പോൾ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യണം? ഇത് പഠിപ്പിക്കണം. സോ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഈസ് ബേസിക്കലി ടീച്ചിങ്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് എ ട്രെയിനിങ് പ്രോസസ് ഓൾസോ. അപ്പോൾ ഇത് പഠിപ്പിക്കുക മാത്രമല്ല, സദൃശവാക്യങ്ങൾ 22:6 പറയുന്നത് ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ എന്ത് ചെയ്യുക? അഭ്യസിപ്പിക്കുക. സോ ഇറ്റ് ഈസ് ഓൾസോ ട്രെയിനിങ് പ്രോസസ്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ ഒരു ടീച്ചിങ് മാത്രം പോരാ, വി നീഡ് ടു ഓൾസോ ലീഡ് ദം ടു പ്രാക്ടീസ് ഇറ്റ്. അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ കൂടി വേണം. അപ്പോൾ നമ്മളൊരു സ്ക്രിപ്ചർ സ്കൂളിൽ ഒരു ക്ലാസ് കഴിയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജോലി അവിടെ തീർന്നില്ല. ദ ജോബ് ഹാസ് നോട്ട് ഫിനിഷ്ഡ്. We will to continue to discuss and deliberate and think and reflect to the child how you can practice that in your daily life. അതിനൊരു ഫോളോ അപ്പ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. സോ ടീച്ചിങ് ഈസ് ഓൾവേസ് ക്രിസ്തീയ വിദ്യാഭ്യാസം പഠിപ്പിക്കൽ ഒന്ന്. രണ്ട്, ദർ ഈസ് എ സ്ട്രോങ് ട്രെയിനിങ് സെക്ഷൻസ്. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ എന്ത് ചെയ്യുക? അഭ്യസിപ്പിക്കുക. Third thing is there should be a transformation. Transformation means മത്തായിയുടെ സുവിശേഷം 28 അവസാനത്തെ ഗ്രേറ്റ് കമ്മീഷൻ പറയുമ്പോൾ അവരെ ശിഷ്യരാക്കിക്കൊള്ളാനായിട്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്. സോ ഒരു സ്റ്റുഡന്റോ ഒരു കുട്ടിയോ, there would be a drastic transformation of that child to a disciple. അപ്പോൾ നമ്മുടെ ഒരു ശിഷ്യനായി മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അവരിൽ ഉണ്ടാകണം. ക്രിസ്ത്യൻ മിനിസ്ട്രി ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നതും ഇറ്റ്സ് എ ഡിസൈപ്പിളിംഗ് മിനിസ്ട്രിയാണ്. ഇപ്പോൾ ഒരു പാസ്റ്റർ എന്ന നിലയിൽ എൻ്റെ ശുശ്രൂഷയും അത് തന്നെയാണ് ആകേണ്ടത്. കാരണം എനിക്കൊരു പ്രസംഗം പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയുക ചെയ്യാൻ സിറ്റിംഗ് ഫോർ മീ, അത് ഒരുപക്ഷെ എനിക്ക് പെട്ടെന്ന് പറ്റും. എന്നാൽ നിരന്തരമായി ഓരോരുത്തരെ ആ പത്യോപദേശത്തിൽ നിലനിർത്തുകയും അവരെ നമ്മുടെ ശിഷ്യരാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ, അപ്പോൾ ദൈവസഭയിലുള്ള ആളുകൾ എല്ലാവരും എൻ്റെ ശിഷ്യരായി ഞാൻ അവരെ ഓരോ നിമിഷവും നർച്ചർ ചെയ്യുന്ന ലെവലിലേക്ക് വരുമ്പോഴാണ് ഡിസൈപ്പിൾ ആയിട്ട് മാറും. സോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇസ് നോട്ട് ഓൺലി എ ഒബ്ജക്ട് ഫോർ ഡൂയിങ് ടീച്ചിങ് സംതിങ്. നമ്മൾ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഒബ്ജക്ട് മാത്രമല്ല, ദേ ആർ അവർ ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ. ഡിസൈപ്പിൾ ആൻഡ് മാസ്റ്റർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് റിലേഷൻഷിപ്പാണ്. നമുക്കറിയാം ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരും യേശുവുള്ള ബന്ധവും അങ്ങനെ ഡിസൈപ്പിളിംഗ് ആണ്. കൂടെ താമസിക്കുന്നു, കൂടെ വർക്ക് ചെയ്യുന്നു, കൂടെ ഉറങ്ങുന്നു, കൂടെ കഴിക്കുന്നു, കൂടെ വസിക്കുന്നു. എപ്പോഴും ഒരു കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, ഡിസൈപ്പിൾ ആൻഡ് മാസ്റ്റർ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ദർ ഷുഡ് ബി എ ഡിസൈപ്പിളിംഗ് പ്രോസസ്. അത് ഈ ക്രിസ്ത്യൻ എഡ്യൂക്കേഷന്റെ പാർട്ടാണ്, ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. നമ്മൾ അവരെ നിരന്തരമായി അവരെ നമ്മുടെ ശിഷ്യരാക്കി. അപ്പോൾ ശിഷ്യരാക്കുമ്പോൾ ദർ ഷുഡ് ബി എ കണ്ടിന്യൂസ് കോണ്ടാക്ട് ആൻഡ് ടച്ച് എപ്പോഴും അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. നാലാമത്താണ് ദർ ഇസ് എ ട്രാൻസ്മിറ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇത് അവരിലേക്ക് മാത്രം ഒതുങ്ങാനല്ല, ഇത് അടുത്ത ഒരു ജനറേഷനിലേക്ക് ഇത് എന്ത് ചെയ്യണം? പകരണം. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ പറയുമ്പോൾ തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു ടെസ്റ്റിമണി ഉണ്ട്. നിന്റെ അമ്മ ലൂവീസിലും നിന്റെ വലിയമ്മ ലൂവീസിലും നിന്റെ അമ്മ ലൂനിക്കയിലും എന്തുണ്ട്? ഞാൻ എന്ത് ചെയ്തു? വലിയൊരു സാക്ഷ്യം കണ്ട് അത് നിന്നിലും എന്ത് ചെയ്തിരിക്കുന്നു? കണ്ടിരിക്കുന്നു. ആ വാക്യം ഇറ്റ്സ് ഐ തിങ്ക് 2 തിമോത്തി 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം മുതലാണ്. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോബീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും എന്ത് ചെയ്യുന്നു? ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സോ നോക്കിക്കേ, അവിടെ ഒരു ട്രാൻസ്മിഷൻ നടന്നിട്ടുണ്ട്.
ആദ്യം വല്യമ്മ, വല്യമ്മയിൽ നിന്ന് അമ്മ, ആ അമ്മയിൽ നിന്ന് ഇത് എങ്ങോട്ടാ വന്നത്? തിമോത്തിയിലോട്ടാ വന്നത്. സോ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചെയിൻ പ്രോസസ്സാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന അലനെയോ ജോഷുവെയോ മഹത്തിനെയോ മിറയെയോ എന്ന് വേണ്ട നമ്മുടെ മുമ്പിൽ വരുന്ന കുഞ്ഞുങ്ങളെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഫോർ ദം. അവരെ അല്ല നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്, മറിച്ച് ഇത് അവരിലൂടെ അടുത്തൊരു ജനറേഷനിലേക്ക് എത്താനുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ അവരെ ഏൽപ്പിക്കുന്നത്. സി, 2000 വർഷത്തിലധികമായി ക്രിസ്ത്യാനിറ്റി ഈ ലോകത്തിൽ വന്നിട്ട് ഇത് ഇത്രത്തോളം വളരാനും ഇത്രത്തോളം പടരാനുള്ള കാരണം എന്താണ്? ഒരാൾ ഇത് ഏറ്റെടുത്തു, അത് അടുത്തൊരാളെ എന്ത് ചെയ്തു? ഭരമേൽപ്പിച്ചു, അടുത്തൊരാളിലേക്ക് അത് പകർന്നു കൊടുത്തു. അങ്ങനെ പകർന്നു കൊടുത്താണ് നമ്മളിലെല്ലാം എന്ത് ചെയ്യുന്നത്? ഈ ക്രിസ്തീയ വിശ്വാസം എത്തി നിൽക്കുന്നത്. ഒന്ന് ചിന്തിക്കുക, നമ്മൾ ഇതിന് ആർക്കും പകർന്നു കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഇതുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തിയാൽ, നമ്മുടെ മക്കൾ ഉൾപ്പെടെ നമ്മൾ അവിടെ എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുന്നവരുടെ നിർത്തിയാൽ, ഈ നിയർ ഫ്യൂച്ചർ ക്രിസ്ത്യാനിറ്റി വിൽ ബി ആബ്സെന്റ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ഒരു 2-3 തലമുറ കഴിയുമ്പോൾ ക്രിസ്ത്യാനിറ്റി ഉണ്ടാകത്തില്ല. സോ അങ്ങനെ എത്രയോ മതങ്ങൾ, എത്രയോ വിശ്വാസ സമൂഹങ്ങൾ, മതങ്ങൾ ഈ ലോകത്തിൽ ഇല്ലാതെയായിട്ട് അല്ലെങ്കിൽ പുരാതന കാലത്തൊക്കെ ഉണ്ടായിരുന്ന പല മതങ്ങളും പല വിശ്വാസ പാരമ്പര്യങ്ങളും ഈ ലോകത്തിൽ ഇല്ലാതായി. കാരണം there were no people to transmit to other generation. അപ്പോൾ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഒരു 1/4 മണിക്കൂർ ഇരുന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സില്ലി മാറ്റർ. വി ആർ ഗീവിങ് സം ഫൗണ്ടേഷൻ ടു ട്രാൻസ്മിറ്റ് ടു നെക്സ്റ്റ് ജനറേഷൻ. നമ്മളത് അടുത്തൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. സോ ഇറ്റ്സ് എ ടീച്ചിങ്. Christian foundation, Christian education means the foundation of Christian education is teaching, and it is a training process, it's a transformating process, and there should be a transmitting process. So that is the clear foundation of Christian education. Then regarding why we need to do such kind of ministry, ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? That is ultimately leading children to Christ. നമ്മളിപ്പം ഏലിയാവിന്റെ കഥ പഠിപ്പിച്ചാലും മോശയുടെ കഥ പഠിപ്പിച്ചാലും സമാപന കൂടാരത്തെ കുറിച്ച് പറഞ്ഞാലും അതിന്റെ കൊളുത്തും അന്താഴവും ചുറ്റിയൊക്കെ പഠിപ്പിച്ചാലും അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതുണ്ട്. ഐ സ്റ്റിൽ ഫീൽ സം ഓഫ് ദി ചാപ്റ്റേഴ്സ് ആർ നോട്ട് ദാറ്റ് റെലവെന്റ്, ബട്ട് ദോ അതിനൊക്കെ ഒരു റിവിഷൻ ഇനിയും കാലഘട്ടത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ എന്ത് പഠിപ്പിച്ചാലും, നമ്മൾ ഒരു പാഠത്തിൽ എന്ത് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ദാറ്റ് ഷുഡ് ലീഡ് ടു ക്രൈസ്റ്റ്. അവൻ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം അൾട്ടിമേറ്റ്ലി വി ആർ എയിമിങ് ടു ലീഡ് ദാറ്റ് ചൈൽഡ് ടു ക്രൈസ്റ്റ്. അത് നമ്മുടെ ഒരു പ്രൈമറി മോട്ടോ ആയിരിക്കും. ഈവൻ നമ്മുടെ പാഠത്തിൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടാകത്തില്ല, അങ്ങനൊരു സംഗതി ഉണ്ടാകത്തില്ല. ബട്ട് വി നീഡ് ടു പ്രിപ്പയർ അവർ സെൽഫ് ടു എക്യൂപ്പ് അവർ ചിൽഡ്രൻ that they may lead to Christ. അവർ ക്രിസ്തുവിലേക്ക് എത്താനുള്ള ഒരു പദ്ധതിയാണ് ഈ സ്ക്രിപ്ചർ സ്കൂൾ ആൻഡ് സൺഡേ സ്കൂൾ. അതാണ് നമ്മുടെ പർപ്പസ്. അവർ ക്രിസ്തുവിനെ അറിയണം. നെക്സ്റ്റ് പർപ്പസ് ഈസ് ടു ഗൈഡ് ദം ഫോർ ക്രിസ്ത്യൻ ലൈഫ്. നമ്മളൊരു ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ അടുത്ത തലമുറയും ക്രിസ്ത്യാനികളായി ക്രിസ്തീയ വിശ്വാസം ജീവിക്കണം. ഇന്ന് എനിക്കറിയാം പല ക്രിസ്തീയ കുടുംബത്തിലുള്ള പല പ്രിയപ്പെട്ടവരും they are not even understood themselves as Christians. പലപ്പോഴും അവർ ക്രിസ്ത്യാനികളാണെന്ന് പോലും അവരെന്ത് ചെയ്യും? സ്വയം അക്നോളജ് ചെയ്യുന്നില്ല. ചർച്ചിൽ പോകുന്നില്ല. അവരെ സംബന്ധിച്ച് അവർ ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ചിലപ്പം പേരിൻ്റെ കൂടെ ഒരു ക്രിസ്ത്യൻ നെയിം കാണും, ബട്ട് ദേ ആർ നോട്ട് ക്രിസ്ത്യൻ. അവർ ക്രിസ്ത്യാനികളെ അല്ല. അവർ ക്രിസ്തീയ അനുഭവം അവർക്കില്ല, ക്രിസ്തീയ വിശ്വാസം അവർക്കില്ല, ക്രിസ്തീയമായ യാതൊരു ഒരു അനുഭവം അവർക്ക് ഇല്ല. അങ്ങനെ ധാരാളം കുഞ്ഞുങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. സോ അവർ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഈസ് ടു അവരെ ക്രിസ്തീയ വിശ്വാസത്തിൽ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷ കൊണ്ട് നമ്മൾ ഉന്നം വെക്കുന്നത്. അവർ പർപ്പസ് ഈസ് ടു ഗൈഡ് ദം ഫോർ ലീഡിങ് എ ബെറ്റർ ക്രിസ്ത്യൻ ലൈഫ്. നല്ലൊരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് അവരെ ഗൈഡ് ചെയ്യുകയാണ്. പലപ്പോഴും ഇന്ന് ലോകത്തിൽ പലരെയും ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ യാത്രകളെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അവരെ ആ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിർത്തുക എന്നുള്ള ഒരു വലിയ ശുശ്രൂഷയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ടു ഗൈഡ് ദം ഫോർ ക്രിസ്ത്യൻ ലൈഫ്, ടീച്ച് ദം ദ വേർഡ്. ഓഫ് കോഴ്സ് നമ്മൾ ദൈവത്തിന്റെ വചനം, ഈ തിരുവചനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ലോകകാര്യങ്ങളല്ല പഠിപ്പിക്കുന്നത്, നിത്യതയോളം നിലനിൽക്കുന്ന ഈ വചനം, അനാദികാലങ്ങൾക്ക് മുമ്പേ നമുക്ക് വേണ്ടി തന്നതായ ഈ വചനം, അല്ലെങ്കിൽ കാലാകാലങ്ങളായി അനേകരെ രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള ഈ വചനമാണ് അവർ ഹൃദയങ്ങളിലേക്ക് പകരുന്നത്. ഈ വചനത്തിനൊരു ശക്തിയുണ്ട് പ്രിയപ്പെട്ടവർ. ഈ വചനമാണ്
നമ്മളെ നിലനിർത്തുന്നത്. ഈ വചനത്തിന്റെ ശക്തിയാലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. സോ ലെറ്റ് അവർ ചിൽഡ്രൻ നോ ദ വേർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ദൈവവചനം അവർ അറിയണം. മേ ബി അവരൊരു ബൈബിൾ ക്വിസിനോ ടാലന്റ് ഷോയ്ക്കോ മെമ്മറി വേഴ്സിനോ മാത്രമല്ല ഈ വചനം അവരുടെ ഉള്ളിലേക്ക് ചെല്ലേണ്ടത്. അവരുടെ ജീവിതത്തിന്റെ എല്ലാ യാത്രയിലും ഈ വചനം അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. മെനി ടൈംസ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്, കുഞ്ഞുങ്ങൾ ഇത് എടുക്കുന്നത് ഒരു ബൈബിൾ വേഴ്സ് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 പ്രത്യേക കാര്യം, അല്ലെങ്കിൽ ചർച്ചിൽ പോകുമ്പോൾ ഒന്ന് ക്യാരി ചെയ്യാനായിട്ട്. എന്നാൽ അതല്ല, ദിസ് ഈസ് സംതിങ് ദാറ്റ് ദേ ഷുഡ് ഇന്റർണലൈസ്. അവരുടെ ഹൃദയത്തിലേക്ക് ഇത് പകർന്നു കൊടുക്കേണ്ടത്. സോ ടീച്ച് ദം ദ വേർഡ്. സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ സാധാരണ ടീച്ചേഴ്സിനോട് പറയാറുള്ള കാര്യമാണ്, ഡോണ്ട് യൂസ് യുവർ ടെക്സ്റ്റ് ബുക്ക്, യൂസ് യുവർ ബൈബിൾ. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വീട്ടിൽ ഇരുന്ന് ഹോംവർക്ക് ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നമ്മളൊരു അതിനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി, ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി കൃത്യമായി നമ്മൾ കറക്റ്റായിട്ട് അത് എൻലിസ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പാഠപുസ്തകം നോക്കേണ്ട കാര്യമില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ആളുകളൊക്കെ പാഠപുസ്തകം നോക്കി ഇങ്ങനെ വായിച്ചു വിടുകയാണ്. ദാറ്റ്സ് ആക്ച്വലി നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. നമ്മൾ വീട്ടിലിരുന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു പാഠം 3 or 4 pages ഉള്ള ഒരു പാഠം നമ്മൾ ശരിക്കും മനസ്സിലാക്കി അതിൻ്റെ എല്ലാം നോക്കാൻ കോർണർ മനസ്സിലാക്കിയിട്ട് വി ജസ്റ്റ് കം വിത്ത് ദ ബൈബിൾ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേണമെങ്കിൽ നമുക്കൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് ചെറിയ പോയിന്റ്സ്, നമ്മൾക്കൊരു സീക്വൻസിന് വേണ്ടി എന്താണ് അടുത്ത് പറയേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ചെറിയ കുറിപ്പ് നമ്മുടെ കൈ വെക്കാം. ബട്ട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കി 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 വായിച്ചു വിടുന്നത്, ദാറ്റ് ഈസ് റിയലി നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. അപ്പം നമുക്ക് ഒരുപക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും, നല്ലൊരു പ്രിപ്പറേഷന്റെ അഭാവമാണ് നമ്മൾ ഈ നോക്കി പഠിപ്പിക്കുന്നത് പറയുന്നത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് നോക്കി, ഞാൻ സാധാരണ പല സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ എൻ്റെ കൈ വെച്ചേക്കും, ബട്ട് ഐ ഡോണ്ട് ലുക്ക് ഇൻ ടു ദാറ്റ്. ഞാൻ അതിലേക്ക് നോക്കാറില്ല. ഞാൻ ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിൽ ഞാനൊന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അല്ല നമ്മൾ അവരെ ഒരു പാഠപുസ്തകം അല്ല പഠിപ്പിക്കുന്നത്, അവരെ ബൈബിളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ടീച്ച് ദം വേർഡ്. ഹോൾഡ് ദം ഫോർ ദ ചർച്ച്. ഇത് ഞാൻ ഇന്ന് ഈ എൻ്റെ ഒരു സ്ലൈഡിൽ ഞാൻ ഇന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു പോയിന്റാണ്. ഹോൾഡ് ദം ഫോർ ദി ചർച്ച്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയിൽ നിൽക്കണം. ഇന്നത്തെ ഒരു മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ കോണ്ടെക്സ്റ്റിൽ, ഒരു പോസ്റ്റ് മോഡേൺ കോണ്ടെക്സ്റ്റിൽ പല കുഞ്ഞുങ്ങളും ചർച്ചിൽ വരുന്നത് ബിക്കോസ് ഓഫ് എന്താ പറയുന്നത്, ആരുടെയെങ്കിലും ഒരു ഫോഴ്സ് കൊണ്ടാണ് അവർ വരുന്നത്. ദേ ഡോണ്ട് ഫീൽ എനിക്കിന്ന് ചർച്ചിൽ പോകണം എന്നുള്ളത്. കുറച്ചുകൂടെ വലുതൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ പാരൻസിനെ ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യാനോ അവരെ ഒന്ന് ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു പ്രാപ്തിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പല കുഞ്ഞുങ്ങളും ഞങ്ങൾ ഇന്ന് ചർച്ച വരുന്നില്ലെന്ന് പറയും. ഞങ്ങൾക്ക് ചർച്ച വരാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, ഞങ്ങൾ അതിന് വേണ്ടി പോവാം. സോ കുഞ്ഞുങ്ങൾ നമ്മുടെ ചർച്ചിലേക്ക് വരാൻ ആകൃഷ്ടരാകുന്നില്ല. കാരണം അവരെ അട്രാക്ട് ചെയ്യുന്ന ഒന്നും അവിടെ ഇല്ല. ഒന്നത്. രണ്ട്, അവർക്ക് ആ സ്പേസ് ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നു. അവർക്ക് ദേ ആർ നോട്ട് ഇൻ ദ റൈറ്റ് പ്ലേസ് എന്ന് അവർക്ക് പലപ്പോഴും തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ദേ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഔട്ട് ഓഫ് ദി ചർച്ച്. എന്നിട്ട് പിന്നെ നമ്മൾ സഭയ്ക്ക് പുറത്തായിട്ട് പിന്നെ നമ്മൾ പാസ്റ്ററും വിശ്വാസികളും എല്ലാം കിടന്ന് പരിശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല, പിന്നെ കരഞ്ഞിട്ടും കാര്യമില്ല. സോ ഫ്രം ദി ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ്, ഒരു ക്രിസ്ത്യൻ എഡ്യൂക്കേഷന്റെ ആദ്യ ദിവസങ്ങൾ മുതൽ തന്നെ മേക്ക് ദം ഷുവർ ദാറ്റ് ദേ ആർ പാർട്ട് ഓഫ് അവർ ചർച്ച്. അവർ നമ്മുടെ ചർച്ചിന്റെ ഭാഗമാണെന്ന് അവരിലേക്ക് ഓരോ ദിവസവും ഇമ്പാർട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ സ്ക്രിപ്ചർ സ്കൂളിന്റെ റിസൾട്ട്, അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആരും അവരോട് പറയേണ്ട ചർച്ചിൽ വരണമെന്ന്. അവർ തന്നെ ഇങ്ങോട്ട് പറയും ഇന്ന് നമുക്ക് ചർച്ചിൽ പോകണം, അല്ലെങ്കിൽ ഇന്ന് ചർച്ചിൽ പോകുന്നില്ലയോ എന്ന് നമ്മുടെ പേരൻസിനോട് നമ്മളോട് അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കും. ബിക്കോസ് ദേ ഫീൽ ടു കം ടു ദി ചർച്ച്. സോ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ അവരിലേക്ക് പകർന്നു കൊടുക്കുന്നത് അവർ സഭയുടെ ഭാഗമായി നിൽക്കാനായിട്ട്. സഭയാണ് ലോകത്തിലെ ദൗത്യം നിർവഹിക്കുന്നത്. ഈ ലോകത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്നത് സഭയാണ്. അപ്പോൾ സഭയുടെ ഭാഗമാകുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. സോ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഈസ് ടു ഹോൾഡ് ദം ഫോർ ദി ചർച്ച്. വൺ മോർ തിങ്, മോൾഡ് ദം ടു ബി വിറ്റ്നസ്. ഇവർ ഈ സൺഡേ സ്കൂളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരാളോടെങ്കിലും ഗോഡ് ബ്ലസ് യു, ഐ വിൽ പ്രേ ഫോർ യു, ഡെഫിനറ്റ്ലി ഗോഡ് ഈസ് ദെയർ ടു ഹെൽപ്പ് യു. അവർക്ക് അവരുടെ ക്ലാസ് റൂമിലും അവരുടെ ലിവിങ് കോണ്ടെക്സ്റ്റിലും അവരുടേതായ ലൈഫ് സിറ്റുവേഷനിലൊക്കെ ക്രിസ്തുവിനെ സാക്ഷീകരിക്കാനായിട്ടും അവർ പ്രാപ്തരാകണം. അല്ലെങ്കിൽ അവർ ക്രിസ്ത്യാനിയാണ് എന്ന്, ഐ ആം എ ട്രൂ ബോൺ അഗൈൻ ചിൽഡ്രൻ, ഒരു ചൈൽഡ് ആണെന്ന് അവർക്ക് പറയാനുള്ള
ഒരു 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 സാഹചര്യം, അതിനുള്ള ഒരു അവസ്ഥ, അതിനുള്ള ഒരു തലം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷനിലൂടെ ചെയ്യുന്നത്. ഇന്ന് എനിക്കറിയാം പലരും, ഐ നോ മെനി മെനി പീപ്പിൾ, അവർ ക്രിസ്ത്യാനിയാണെന്നല്ലെങ്കിൽ ഒരു പെന്തക്കോസ്തുകാരനാണെന്ന് റിവീൽ ചെയ്യാൻ മടിക്കുന്നവരാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഐ ഹാവ് സീൻ മെനി പീപ്പിൾ, അവര് കോളേജ് ഗേറ്റ് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു പെന്തക്കോസുകാരിയാണ് എന്ന് റിവീൽ ചെയ്യാനായിട്ട് പലപ്പോഴും അവർ ഭയങ്കര ഹൈഡ് ചെയ്യും അവരെ തന്നെ. പ്രത്യേകിച്ച് പെന്തക്കോസുകാരായ നമുക്ക് ഒരു ട്രഡീഷൻ ഉണ്ട്, കമ്മലും മാലയും ഒന്നും ഉപയോഗിക്കാതെ. സോ ഈസിലി ഐഡന്റിഫൈ ചെയ്യും പെന്തക്കോസുകാരാണ്. എനിക്ക് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ചർച്ചിൽ പോകുന്നവര്, ചർച്ചിൽ യാത്ര ചെയ്യുന്നവര്, ചർച്ചിൽ പോകുന്നവര് കോളേജ് ഗേറ്റ് ആകുമ്പോൾ അവരുടെ ബാഗിനകത്തുനിന്ന് ചെറിയ കമ്മലും മാലയൊക്കെ എടുത്തിട്ട് അവർ ഫിക്സ് ചെയ്യും. ബിക്കോസ് they don't want to be shown themselves like something different from the others. ആരും ആൾക്കാർ ചോദിക്കും, എന്താടി നീ കമ്മലൊന്നും ഇടാതെ, നീ എന്താടി ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ അവർ ചോദിക്കും. സോ ആ ചോദ്യം നേരിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് they just feel comfortable to wear all these things and come to the campus. അപ്പോൾ they are not able to witness what they have learned. അവർ ചർച്ചിൽ പഠിച്ച കാര്യങ്ങൾ പുറത്ത് പ്രദർശിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. So if we are training such a children, our Christian education would be a failure. അപ്പോൾ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ മുഖാന്തരമായി, യെസ് ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ ക്രിസ്തുവിന്റെ ഒരു പൈതലാണ്, ഐ ആം എ ബോൺ അഗൈൻ ചൈൽഡ് എന്ന് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്, അത് പ്രഖ്യാപിക്കാനായിട്ട്, അത് പറയാനായിട്ട് കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്തുകൊണ്ട്. So these all purposes are meant in the overall understanding of the purpose of Christian education. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് ഈ പകൽക്കാലം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ഇതെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നത്. സോ നമ്മുടെ ഒരു അരമുക്കാൽ മണിക്കൂർ, 1 മണിക്കൂർ കിട്ടുന്ന നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഈ ലെവലിലേക്ക് ഒബ്ജക്റ്റീവ് ആകണം. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വരണം. വി നീഡ് ടു ലീഡ് ദം ടു ക്രൈസ്റ്റ്, വി നീഡ് ടു ഗൈഡ് ദം ഫോർ ക്രിസ്ത്യൻ ലൈഫ്, വി നീഡ് ടു ടീച്ച് ദം ദ വേർഡ്, വി നീഡ് ടു ഹോൾഡ് ദം ഫോർ ദി ചർച്ച്. സഭയ്ക്ക് അവരെ വേണം, സഭയെ അവരുടെ ആവശ്യമുണ്ട്, അവരെ സഭയിൽ നിലനിർത്താൻ കഴിയണം. ആൻഡ് മോൾഡ് ദം ടു ബി എ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ്. This is something that I want to share you as an important thing before we go into the next section. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ you can please feel to ask, or you can just put in the chat, or else you can just note it down, and later we will have some discussion. ഞാൻ പറയേണ്ടതിന്റെ പകുതി പോലും കാര്യങ്ങളായിട്ടില്ല, but I will just keep my time. So aim of teaching, നമ്മൾ എന്താ ആക്ച്വലി ഇവരെ പഠിപ്പിക്കുന്നത്? What the child will know, that is the knowledge element. തീർച്ചയായിട്ടും നമ്മൾ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, പാഠപുസ്തകം പഠിപ്പിക്കും, ആ നോളജ് ഫാക്ടർ അവരെ പഠിപ്പിക്കണം. എന്നാൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മുടെയൊക്കെ ടീച്ചിങ്ങിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ we will stick more emphasis for the knowledge. യേശുവിന്റെ ശിഷ്യന്മാർ എത്ര പേരുണ്ട്? 12 പേരുണ്ടായിരുന്നു. യേശുവിന്റെ പ്രധാന 3 ശിഷ്യന്മാരായ യേശുവിന്റെ ശിഷ്യന്മാരുടെ പേരുകൾ എന്താണ്? 10 ബാധകൾ എന്താണ്? 10 ബാധകളുടെ പേര് പറഞ്ഞേ. അതല്ലെങ്കിൽ പിന്നെ പറയാം, നമ്മള് ക്വസ്റ്റ്യൻ ആൻസറുകൾ, അതായത് ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരം. സോ ഒരു ബൈബിൾ നോളജ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് വേണം, അത് ഇല്ലാതെ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ പ്രൈമറി മോട്ടോ ഇവരെ ബൈബിളിന്റെ കുറച്ച് ഇൻഫോർമേഷൻ അവരുടെ തലയിലേക്ക് കയറ്റുക എന്നുള്ളതല്ല. ഒരു ബൈബിൾ കോംപ്രഹെൻസീവ് എക്സാമിനും എല്ലാം പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ ഹാവ് ലേൺഡ് ഓൾ ദീസ് തിങ്സ്. ഇന്നാരുടെ പേര്, ഇന്നാരുടെ അപ്പന്റെ പേര് എന്തുവാ, ഇന്നാർ ജനിച്ച സ്ഥലം ഏതാ, ഇന്ന പേരിന്റെ അർത്ഥം എന്താ, അതിന്റെ ഗ്രീക്ക് വേർഡ് എന്താ, ഹീബ്രു വേർഡ് എന്താ, ഇതെല്ലാം ദാറ്റ്സ് ഓൾ നോളജ് ലെവൽ. സോ there should be a certain element of knowledge element, knowing the things, അത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഒരു ലെവലിൽ നമ്മുടെ പഠിപ്പിക്കലിൽ ഉണ്ടാകേണ്ടത് ഹൗ ദേ ഫീൽ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പാഠപുസ്തകം, പ്രാർത്ഥനയെ കുറിച്ചായിരിക്കും പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് പ്രയർ ഓഫ് ഡാനിയൽ. അപ്പം നമ്മള് ദാനിയൽ 3 നേരം പ്രാർത്ഥിച്ചു, ദാനിയലിന്റെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ, ഇതെല്ലാം ആ പ്രയർ ഓഫ് ഡാനിയലിന്റെ വിഷയത്തിനകത്ത് വരുന്നുണ്ട്. ബട്ട് ദേ ഷുഡ് ഫീൽ ഇൻ ദെയർ ലൈഫ് വാട്ട് ഈസ് പ്രയർ ഫോർ യു. എനിക്ക് ഈ പ്രാർത്ഥന എന്താണ്? ദാനിയലിന്റെ പ്രാർത്ഥന, ദാനിയൽ 3 നേരം പ്രാർത്ഥിച്ചു, അത് കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിച്ചു, ദാറ്റ്സ് ഫൈൻ, അതൊക്കെ നോളജിൽ തനിക്ക് മനസ്സിലായി. എന്നാൽ നമ്മുടെ ടീച്ചിങ്ങിൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടത് വാട്ട് ഈസ് ഫോർ യു ഡാനിയൽസ് പ്രയർ.
ദാനിയേലിന്റെ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അതിലേക്കൊരു ഒരു കണക്ഷൻ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ കൊണ്ടുവരണം. ഒരുപക്ഷെ നമ്മുടെ പാഠപുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ടാകത്തില്ല, പാഠപുസ്തകത്തിൽ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകത്തില്ല. എന്നാൽ നമ്മൾ ദാനിയേലിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ നമ്മളറിയാമല്ലോ, എല്ലാ പാഠപുസ്തകത്തിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഭാഗം എഴുതിയിട്ടുണ്ട്. എത്ര പേര് അത് വായിച്ചു നോക്കാറുണ്ട്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ പറയാനുള്ളതല്ല, അത് ആക്ച്വലി അത് ക്ലാസ്സിൽ ഇതാണ് ലക്ഷ്യം വെക്കുന്നത് ഈ പാഠം പഠിപ്പിക്കുന്നതോടുകൂടി. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ക്ലാസ് ദേ ഷുഡ് ഫീൽ ദാറ്റ് ഐ ഷുഡ് ഓൾസോ പ്രേ ലൈക്ക് ഡാനിയൽ. എനിക്കും ദാനിയലിനെ കുറിച്ച് പോലെ പ്രാർത്ഥിക്കണം, അപ്പം എനിക്കും ദാനിയലിനെ പോലെ ഒരു പ്രാർത്ഥന അനുഭവം എനിക്ക് ഉണ്ടാകണം എന്ന് ദേ ഷുഡ് ഫീൽ ഇറ്റ്. അത് അവർക്ക് തോന്നിപ്പിക്കണം. അതാണ് നമ്മുടെ ടീച്ചിങ്ങിന്റെ ഒരു എയിം. മൂന്നാമത്തെ എയിമാണ് ആക്ച്വലി ദേ ഷുഡ് പ്രാക്ടീസ് ഇറ്റ്. അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി, ഞാൻ ഇപ്പോൾ സീനിയർ ക്ലാസ് എന്ന് പറഞ്ഞ യൂത്ത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. സോ ഐ ജസ്റ്റ് ഗീവ് എവറി ഡേ എവറി വീക്ക് ഓരോരോ ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവർക്കിത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. സോ വി നീഡ് ടു ഗീവ് എ ഫീൽ ദാറ്റ് ഐ ഷുഡ് കണ്ടിന്യൂ ഇൻ പ്രെയർ. ദാനിയേലിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കും പ്രാർത്ഥിക്കണം. സോ ഹൗ യു ക്യാൻ പ്രേ, വാട്ട് ദ ചൈൽഡ് ക്യാൻ ഡു. അപ്പോൾ ഒരു പാഠം കഴിയുമ്പോൾ ആ പാഠത്തിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് അവർക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് കഴിയുന്ന ലെവലിലേക്ക് അവരുടെ മൈൻഡിനെ എക്യൂപ്പ് ചെയ്യണം. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവിടെയാണ് ദാനിയേലിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ച പാഠത്തിന്റെ ഒരു പൂർത്തീകരണം വരത്തുള്ളൂ. സോ വി ജസ്റ്റ് ഗീവ് ഇൻഫോർമേഷൻ, അത് അവരുടെ ഫീലിംഗ് ലെവലിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ആക്ച്വലി വി ആർ ഫിനിഷിങ് ഓർ കംപ്ലീറ്റിംഗ് അവർ ടാസ്ക് ഓഫ് ടീച്ചിങ്. സോ ഈ മൂന്ന് കാര്യങ്ങൾ അവരിൽ എത്തണം ഒരു ഒരു പാഠം പഠിപ്പിച്ച് കഴിയുമ്പോൾ. ദ നോളജ് ലെവൽ, ദ ഫീലിംഗ് ലെവൽ ആൻഡ് ദ ഡൂയിങ് ലെവൽ. എന്നാൽ പലപ്പോഴും നമ്മുടെ സ്ട്രക്ചറിൽ കുറച്ച് നോളജ് ലെവൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ക്ലാസ് പറഞ്ഞു നീരുന്നിടം വരെ നമ്മൾ നോളജ് മാത്രമേ പറയുന്നുള്ളൂ. ബട്ട് വി ഹാവ് ടു ഡെഡിക്കേറ്റ് ദം ദെയർ ലൈഫ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നല്ല പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 45 മിനിറ്റ്, 40 മിനിറ്റ്, 30 മിനിറ്റ് ഇറ്റ്സ് ക്വൈറ്റ് ഈസിയാണ്, സിമ്പിളായിട്ട് നമുക്കത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ആ നോളജ് ലെവൽ പഠിപ്പിക്കുന്നു, അതിനുശേഷം അതിനോട് കൂടെ ചേർന്ന് അടുത്തൊരു ലെവൽ ഞാൻ പഠിപ്പിക്കും ഹൗ യു ക്യാൻ ഡെവലപ്പ് ദാറ്റ് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ ഒന്ന് പറയാം. ഒരു സെഷൻ ഉണ്ട്, ഞാനങ്ങ് സ്കിപ്പ് ചെയ്യാം ഈ ഭാഗം, കാരണം നോ യുവർ ചിൽഡ്രൻ. ഇത് നമുക്കറിയാം, പ്രായത്തിനനുസരിച്ച് നമ്മൾ കുഞ്ഞുങ്ങളുടെ ലെവൽ മനസ്സിലാക്കണം. ഒരു കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ കിൻഡർ ഗ്രൂപ്പ് അപ് ടു 4 years ഇറ്റ്സ് വെരി ടഫ് ഫോർ ദം ടു ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പാടാണ്. സോ ദെയർ ലിസണിങ് സ്പാൻ വുഡ് ബി അപ് ടു 5 to 10 minutes. 10 minutes കൊണ്ട് അവർ ടയർഡ് ആവും. പിന്നെ നമ്മൾ ദീർഘനേരം കഥയൊന്നും പഠിപ്പിച്ചുകൊണ്ട് കാര്യം. സോ പറയാനുള്ള കഥയാണെങ്കിലും സ്റ്റോറി ആണെങ്കിലും 5 to 10 minutes കൊണ്ട് തീർക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അവർ റെസ്റ്റ്ലെസ് ആവും, അവരെയും കൊണ്ട് അത് പഠിപ്പിക്കും. സോ ദി കിൻഡർ ഗ്രൂപ്പ്സ്, പ്രൈമറി ഗ്രൂപ്പ്സിലെ ടീച്ചേഴ്സിന് കാര്യങ്ങൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ വെരി ആക്റ്റീവ് ബട്ട് അറ്റൻറ്റീവ് ഫോർ ഓൺലി 5 to 10 minutes. അതുകൊണ്ട് ആ സമയം കൊണ്ട് അത് പറയാനുള്ള കാര്യം അവിടെ പറയണം. പിന്നെ റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ്, സോങ്സ്, പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്ലേ, അങ്ങനെയൊക്കെ ഉള്ളത് ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടേ പറ്റത്തുള്ളൂ. ബട്ട് കണ്ടന്റ് പഠിപ്പിക്കാനുള്ള കാര്യം 10 മിനിറ്റിനുള്ളിൽ തീർക്കണം. പ്രൈമറി ഗ്രൂപ്പ് ദേ ആർ 7 to 9 years. അവരൊത്തിരി ടോക്കറ്റീവ് ആണ്. അവരുടെ ചോദ്യങ്ങൾ അറ്റൻറ്റീവ് ആയിരിക്കണം. ദേ ആസ്ക് ക്വസ്റ്റ്യൻ. മിണ്ടാതിരിക്കണം, അവിടെ ഇപ്പം ചോദിക്കേണ്ട, ഇപ്പോഴാണോ ചോദിക്കുന്നത് എന്ന് ഒരിക്കലും അവരോട് ചോദിക്കാൻ പാടില്ല. ദേ വിൽ കീപ്പ് ഓൺ ടോക്കിംഗ്, ദേ വിൽ ആസ്ക് ഡൗട്ട്സ്. അവരെ അപ്രിസിയേറ്റ് ചെയ്യണം. എന്തെങ്കിലും പറയാം, മിണ്ടായിരുന്ന ഇപ്പം പറയേണ്ട, സംസാരിക്കേണ്ട എന്നല്ല. അവർ പറയുമ്പോൾ ഓക്കെ ഗുഡ് ഫൈൻ, ഓക്കെ നൈസ്, അപ്രിസിയേറ്റ് ചെയ്യണം. അവർക്ക് പലപ്പോഴും റൈറ്റ് ആൻഡ് റോങ് ഡിസിഷൻ എടുക്കാനുള്ള സമയം അവർക്കുണ്ടാവും. സോ കള്ളം പറയുന്നത് ശരിയാണോ അതോ തെറ്റാണോ അവർക്ക് തന്നെ പറയാം. അവർക്ക് തന്നെ അതിന്റെ നോയിങ് ലെവൽ ഉണ്ട്, റൈറ്റ് ഓർ റോങ് മനസ്സിലാക്കാം. ദേ ആർ ടോക്കറ്റീവ്. ഇതൊക്കെ ഒരു ലെവൽ മനസ്സിലാക്കി നമ്മൾ അവരോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സോ ദർ വുഡ് ബി എ പ്രൈമറി ഗ്രൂപ്പ് ഓഫ് 7 to 9 years. ദേ വിൽ ബി മോർ ടോക്കറ്റീവ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ് എക്സെട്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ജൂനിയർ ലെവൽ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആണ്, എനർജറ്റിക് ആണ്. അവരൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ചെയ്യണം, അവർ പാടിയെന്ന് കണ്ടാൽ എനിക്കും പാടണം. സോ ദേ ആർ മോർ കോമ്പറ്റീറ്റീവ്, എനർജറ്റിക്. അപ്പോൾ ഈ ഒരു അവരുടെ ലെവലിനെ നമ്മൾ മൊബിലൈസ് ചെയ്യണം. അവർ കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ ഗീവ് ദം ആൻ ആക്ടിവിറ്റി. അവർക്ക് ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ഫീൽസ് ലൈക്ക് ഹീറോസ്.
അപ്പോൾ കുറച്ചുകൂടെ ഈ പ്രായത്തിലുള്ളവരുടെ പാഠപുസ്തകത്തിലൊക്കെ ഹീറോ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പാഠങ്ങളായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ കോമ്പറ്റേറ്റീവ്, എനർജറ്റിക്, ദേ ലൈക്ക് ടു ഔട്ട് ഓൾവേസ്, അവർക്ക് എപ്പോഴും പുറത്തു പോകാൻ ഇഷ്ടമാണ്, ഫ്രണ്ട്സ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഹീറോസ് അവർക്ക് ഇഷ്ടമാണ്, അവരാണ് ഈ സമയമാണ് സൂപ്പർമാൻ, ബാറ്റ്മാൻ എന്ന് വേണ്ട അവരുടെ കാർട്ടൂൺസിനൊക്കെ അവർക്ക് അവർ ലൈവ് ആകുന്ന ഒരു സമയമാണ്. സോ ദിസ് ഈസ് സംതിങ് ഫോർ ജൂനിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം അവരുടെ ലെവൽ അറിയുക എന്നുള്ളതാണ്. സംതിങ് ദേ ക്യാൻ ടേക്ക് ടു ഫെയ്ത്ത്. ഈ സമയത്ത് വിശ്വാസത്തിന്റെ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരും. ദേ ആർ ഏബിൾ ടു വിറ്റ്നസ് ഓൾസോ. ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പ് 12 to 15 years, ദേ ലുക്ക് ഫോർ മോഡൽ. അവർക്കൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി തോന്നും, ഉത്തരവാദിത്ത ബോധമുണ്ട്, പറയുന്ന കാര്യം ഉത്തരവാദിത്തം. ഷൈനസ് അമംഗ് ദ ഗേൾസ്. പെൺകുട്ടികളാണെങ്കിൽ അല്പം നാണം കുണികൾ കാണും, അവർക്ക് ചില നാണമൊക്കെ തോന്നും. ബോയ്സ് വാണ്ട് മേക്ക് അറ്റൻഷൻ ഓഫ് ദി അതേഴ്സ്, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന ഒരു പ്രായമാണ്. എന്നാൽ ഈ സമയം ആകുമ്പോഴത്തേക്ക്, അതിനു മുമ്പ് വരെ ഗേൾസും ബോയ്സും ഒക്കെ ഒരുപോലെ ഇരിക്കുക, അവരുടെ ആ ഒരു ടെമ്പർമെന്റ് എപ്പോഴും ഒരുപോലെ ഇരിക്കുക. എന്നാൽ ഈ ഒരു പ്രായം ആകുമ്പോഴത്തേക്കും ഗേൾസ് കുറച്ചുകൂടെ ഷൈ ആവും, ബോയ്സ് വുഡ് ബി മോർ അറ്റൻഷൻ സീക്കിംഗ് ഉണ്ടാവും. യൂത്ത് ഗ്രൂപ്പ്, ദേ വുഡ് ബി വെരി അഡ്വഞ്ചറിക് ഇൻ നേച്ചർ, വുഡ് ബി വെരി മെച്യൂർ. അവരോട് ഈ കൊച്ചു പിള്ളേരോട് പറയുന്ന പോലെ അവരോട് സംസാരിക്കരുത്. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ വളരെ കുഞ്ഞു പിള്ളേരോട് സംസാരിക്കുന്ന പോലെ ഈ മെച്യൂർ ആൾക്കാരോട് പറഞ്ഞാൽ അവർ ഇറിറ്റേറ്റഡ് ആവും. അവർക്ക് ഇച്ചിരി റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെച്യൂരിറ്റിയിലുള്ള ടോക്കാണ് അവർക്ക് ഇഷ്ടം. അവർ കൊച്ചു കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ചിലപ്പോൾ അവരെയും കൊണ്ട് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട്. സോ ദേ ആർ വെരി അഡ്വഞ്ചറിക്, അട്രാക്റ്റീവ് ടു ഓപ്പോസിറ്റ് സെക്സ്. മറ്റൊരു പെൺകുട്ടിക്കാണെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികളോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ്. സോ ദിസ് ഈസ് ഓൾ സംതിങ് ഹാപ്പനിങ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. സം സ്റ്റുഡൻസ് വിൽ ബി വെരി ഡൾ. നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ അവർ ശ്രദ്ധിക്കാതിരിക്കുന്ന പോലെ തോന്നും. അവർ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, ബട്ട് ദ ഡോണ്ട് ഫീൽ ദാറ്റ് ടു ലിസൺ, അല്ലെങ്കിൽ നോക്കുക, അവർ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ദ ടോട്ടലി ബി ഔട്ട് ഓഫ് ദി മൈൻഡ്, വെരി ഡൾ ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. സോ ദിസ് ഈസ് സംതിങ് quite natural within these people of this category of children. So ഇത് നമ്മൾ we have to know, ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവരുടെ ലെവൽ, അതനുസരിച്ച് വേണം അവരോട് നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. സോ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പോകുന്നില്ല. സി ആൻഡ് ഓൾസോ ദി ബാക്ക്ഗ്രൗണ്ട്. എല്ലാ കുട്ടികൾക്കും ഒരേ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കത്തില്ല. ചിലപ്പോൾ അവരുടെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട്, വീട്ടിലൊരു പാട്ട് പോലും പാടിയിട്ടില്ലാത്ത, ഒരു പ്രാർത്ഥന പോലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വീട്ടിലാണെങ്കിൽ ബൈബിളിനെ കുറിച്ച് അവർക്കൊന്നും അറിയത്തില്ല. വീട്ടിൽ അപ്പനും അമ്മയും തമ്മിൽ ഭയങ്കര ഡിസ്റ്റർബൻസും ഭയങ്കര സ്ട്രഗിൾസും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്കൊരു ചലഞ്ചാണ്. അപ്പം we need to understand the children's religious background. അവരുടെ വീട്ടിൽ അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണ്, അവരുടെ ലൈഫ് എങ്ങനെയാണ്, അവരുടെ വീട്ടിലെ സാഹചര്യം എന്താണ്. So that all depends on how we can penetrate or connect to that children. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കേപ്പബിലിറ്റി, ലാംഗ്വേജ്, പ്രത്യേകിച്ച് നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പറയുമ്പോൾ ദി ലാംഗ്വേജ് ദാറ്റ് വി യൂസ്, ദ ഫെമിലിയാരിറ്റി വിത്ത് ദ ബൈബിൾ, അതൊക്കെ പല ലെവലിലായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. ചില ലാംഗ്വേജസ് മേ ബി ഇൻ അവർ കോണ്ടെക്സ്റ്റ് ഓഫ് കോഴ്സ് വി ആർ ഡീലിംഗ് വിത്ത് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ മലയാളം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള വാക്കുകളായിരിക്കും. നമ്മൾക്ക് ആ മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ആ സാധനം അവരുടെ ഹൃദയത്തിലേക്ക് വരണം. ഈവൻ ദോ സംടൈം ഇംഗ്ലീഷ് ആണെങ്കിലും അവർക്ക് ചില വൊക്കാബുലറീസ് അവർക്ക് പിടികിട്ടണമെന്നില്ല, ചില ടെർമിനോളജി, ചില കോൺസെപ്റ്റ്സ്. സോ ദ നോയിങ് കപ്പാബിലിറ്റി. ഇപ്പോൾ 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സിൽ ഇരിക്കുന്ന ആളോട് വലിയ കടുകട്ടി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദേ വോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. സോ വാട്ട് ദ ലാംഗ്വേജ് വി നീഡ് ടു യൂസ്, ഹൗ ഫാർ ദേ ആർ ഫെമിലിയർ വിത്ത് ദ ബൈബിൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. മെന്റൽ ബാക്ക്ഗ്രൗണ്ട്, ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. So this is are all something that knowing your children. Next is the preparation. ഞാൻ ഒത്തിരി ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ലെസൺ. പ്രിപ്പറേഷൻ മീൻസ് ഐ ഹാവ് ജസ്റ്റ് മെയ്ഡ് പ്രിപ്പയർ എന്ന് പറഞ്ഞ് തന്നെ ഞാനത് എഴുതിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഈസ് പ്രെയർ. നമ്മുടെ പാഠം പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഇറ്റ്സ് നോട്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇത് വലിയൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ഒരു ചർച്ചിലെ ഒരു ആൾ പ്രസംഗിക്കാനായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ എത്രമാത്രം ഹി ഓർ ഷീ ഷുഡ് ബി പ്രിപ്പയർഡ് എന്നതുപോലെ തന്നെ ഒരു ബൈബിൾ പാഠം പഠിപ്പിക്കാനായിട്ട്, നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശനിയാഴ്ച വൈകുന്നേരം വരുമ്പോൾ ഡെഫിനറ്റ്ലി വലിയ പ്രാർത്ഥന നമ്മൾ ഇതിൻ്റെ മുമ്പിൽ നയിക്കണം. വി നീഡ് ടു സ്പെൻഡ് സം ടൈം ഇൻ പ്രെയർ സോ ദാറ്റ് വി ക്യാൻ ടീച്ച് അവർ സ്റ്റുഡൻസ്. സോ പ്രെയർ ഈസ് എ ഇമ്പോർട്ടൻറ്റ്
ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഫോർ ലെസൺ പ്രിപ്പറേഷൻ. ദെൻ റീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദപുസ്തകം അതുപോലെ തന്നെ പാഠപുസ്തകം, ഇത് രണ്ടും എന്ത് ചെയ്യുക, വായിക്കുക. പാഠഭാഗം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ പോർഷൻസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ നമ്മുടെ പുസ്തകത്തിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. എത്ര പേര് അത് വായിക്കുന്നുണ്ട്? നമ്മൾ ആ പാഠപുസ്തകം എന്ന് പറയുന്നത്, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഒരു വെരി ക്യാപ്സുലൈസ്ഡ് സാധനം മാത്രമാണ്. എന്നാൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വി ഹാവ് ടു തറോലി റീഡ് ദാറ്റ് സ്ക്രിപ്ചർ പോർഷൻ ആൻഡ് എസ്പെഷ്യലി വി ഹാവ് ടു റീഡ് ദി ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ബൈബിളും ഒരുപോലെ നന്നായി വായിക്കുക, നന്നായിട്ട് 2-3 തവണ വായിക്കുക. ദെൻ എൻലിസ്റ്റ്, എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ടിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ നമ്മൾ ശരിക്കും ഒന്ന് പ്രിപ്പയർ ചെയ്ത് എൻലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇന്ന കാര്യങ്ങളാണ് കുട്ടികളോട് പറയേണ്ടത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ന കാര്യം പറയുമ്പോൾ ഐ നീഡ് ടു ടോക്ക് അബൌട്ട് ക്രൈസ്റ്റ്, ഇന്ന കാര്യം പറയുമ്പോൾ എനിക്കിവിടെ അനുസരണത്തെക്കുറിച്ച് പറയാം, ഇന്ന കാര്യം പറയുമ്പോൾ ഇവിടെ എനിക്ക് വർഷിപ്പ് പ്രയറിനെ കുറിച്ച് പറയാം. സോ യു ഹാവ് ടു എൻലിസ്റ്റ് സംതിങ് ദാറ്റ് ഹൗ യു ഡെലിവർ യുവർ ലെസൺ ടു ദി ചിൽഡ്രൻ. സോ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. ദെൻ പ്ലാൻ. ദെൻ യു ഹാവ് ടു തിങ്ക് ഹൗ യു ക്യാൻ സക്സസ്ഫുള്ളി ഡെലിവർ ദിസ് ലെസൺ ടു ദി ചൈൽഡ്. ദെൻ അതിനു വേണ്ടി എന്തൊക്കെ, ഇപ്പൊ എൻലിസ്റ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കണം. ചിലപ്പോൾ ഒബ്ജക്റ്റ് ലെസൺസ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കൊമോഡിറ്റി കൊണ്ടുവരണം, ഒരു പിക്ചർ കൊണ്ടുവരണമെങ്കിൽ പിക്ചർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ആണെങ്കിൽ വീഡിയോ, അതെല്ലാം നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഗ്രാബ് ചെയ്യണം. വിഷ്വൽ എയ്ഡ്സ് എപ്പോഴും നല്ലതാണ്. നമ്മൾ ഒരു വീഡിയോ, പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെമോൺസ്ട്രേഷനോ ഒക്കെ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കും. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഹാപ്പനിങ് ഇൻ ദ എൻലിസ്റ്റിംഗ് ആൻഡ് ഓൾസോ പ്ലാനിങ്. ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. ദെൻ അറേഞ്ച്, നമ്മുടെ ആ തോട്ട് സീക്വൻസ് അറേഞ്ച് ചെയ്യണം നന്നായിട്ട്. 1, 2, 3, 4. സോ ദിസ് ഈസ് വാട്ട് ദി വേ ഐ കുഡ് അറേഞ്ച് മൈ ലെസൺ. സോ പ്രേയർ, റീഡ്, then enlist, then give a planning how you can do it, and arrange our own lesson in a as per the sequence. പിന്നെ ruminate, we have to just think on it. അതായത് വീണ്ടും അതിനിൽ തന്നെ നമ്മളിങ്ങനെ ധ്യാനിക്കണം കുറച്ച് സമയം. ഈ ലെസൺ ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന് മുമ്പിൽ വരാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിൽ കുട്ടികൾ എന്നോട് ചോദിക്കാൻ സാധിക്കുന്നത്, എന്തൊക്കെ ഞാൻ ഇതിനോട് ആഡ് ചെയ്യാം. സോ കീപ്പ് ഓൺ തിങ്കിങ് ഓൺ ഇറ്റ്. സാധാരണഗതിയിൽ ഞാനും നിങ്ങൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞ വർഷം വന്ന PRD പ്രഭു സാറൊക്കെ ഞങ്ങൾ സ്നേഹിതരാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരി ക്യാമ്പുകൾക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത്, ഫ്രം വെനസ്ഡേ ഓൺവേർഡ്സ് യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ടീച്ചിങ് സൺഡേ സ്കൂൾ ഓൺ സൺഡേ. ഇപ്പോൾ സാറ്റർഡേ ആണെങ്കിൽ ട്യൂസ്ഡേ ഓൺവേർഡ്സ് യു ഹാവ് ടു ബി പ്രിപ്പയറിംഗ് യുവർ സെൽഫ് ഫോർ ദി സാറ്റർഡേ സ്ക്രിപ്ചർ സ്കൂൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അത്രയും സമയമെടുത്ത് നോക്കി വേണം വി ഹാവ് ടു കം ടു ദാറ്റ് പോയിന്റ്. സോ റുമിനേറ്റ് മീൻസ് യു ഹാവ് ടു തിങ്ക് ഓൺ, റിഫ്ലക്ട് ഓൺ, ആൻഡ് അഗെയിൻ തിങ്ക് ഓൺ സംതിങ് ദാറ്റ് യു ക്യാൻ ഡെവലപ്പ് യുവർ ലെസൺ. ദെൻ എക്സ്പെക്ട്, യു ഹാവ് ടു എക്സ്പെക്ട് സംതിങ് ഗ്രേറ്റ് ഇൻ യുവർ ക്ലാസ്. എൻ്റെ ക്ലാസ്സിൽ ഇന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരാളുണ്ട്, ഇന്ന് കർത്താവിന് വേണ്ടി അവൻ്റെ ജീവിതം സമർപ്പിക്കുന്ന ഒരാളുണ്ടാവും, ഇന്ന് എൻ്റെ ക്ലാസ് വളരെ വ്യത്യസ്തമായിരിക്കും. വി ഷുഡ് എക്സ്പെക്ട് സംതിങ് ഗ്രേറ്റ്. ഇത് പഠിപ്പിച്ചു കഴിയുമ്പോൾ എനിക്ക് വലിയൊരു ഫീഡ്ബാക്ക് ഉണ്ടാകണം. എൻ്റെ കുട്ടികൾ, വാവ്, നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ മനസ്സിലാക്കി. സോ വി ഹാവ് ടു എക്സ്പെക്ട് സംതിങ് ഫ്രം ദി ക്ലാസ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രിപ്പറേഷൻ ലെവലിൽ ഉണ്ടാകും. വി ഹാവ് ടു പ്രേ, റീഡ്, എൻലിസ്റ്റ്, plan something, arrange something, ruminate and reflect and think something more that you can add on and expect something different after in the time of delivering your class. So this is something that you can keep in your mind, preparation of lesson. Then lesson presentation, this is very significant. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാൻ കുറച്ചുകൂടെ, you have to spend some time and listen carefully this one. ഇതൊരു ലെസൺ പ്രസന്റേഷന്റെ സമയത്ത് വളരെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. എയിം ഓഫ് ദി ലെസൺ, ദാറ്റ് മീൻസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദർ വുഡ് ബി ഒബ്ജക്റ്റീവ് ഓഫ് ദി ലെസൺ എന്ന് കാണും. സോ കീപ് ഇൻ മൈൻഡ്, വാട്ട് ഡു ഐ ഫോക്കസ് ത്രൂ ദിസ് ലെസൺ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ലെസണിനകത്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡാനിയലിന്റെ പ്രേയറിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ദി ഒബ്ജക്റ്റീവ് ഈസ് മേക്കിംഗ് അവർ സ്റ്റുഡൻറ് ടു ലീഡ് എ പ്രേയർഫുൾ ലൈഫ്. അതാണ് നമ്മുടെ ഫോക്കസ്. ഇപ്പോൾ ജോസഫിനെ കുറിച്ചാണ് പറയുന്നെങ്കിൽ, ദാറ്റ് ലെസൺ ഷുഡ് ബി മേ ബി സം ടൈം
how a children of God, a child of God can lead a holy life. So നമ്മൾ ആ പാഠത്തിലൂടെ ഉദ്ദേശിക്കുന്ന വൺ മേജർ എയിം എന്താണെന്നുള്ളത് വി നീഡ് ടു ഓൾവേസ് സ്റ്റിക്ക് ഓൺ ഇറ്റ്. ആ എയിം വിട്ട് നമ്മൾ ഒരിക്കലും പോകരുത്, സഞ്ചരിക്കരുത്. നമ്മുടെ എൻറ്റയർ ലെസൺ ഷുഡ് കം ടു ദാറ്റ് ഫോക്കസ്. എൻറ്റയർ ലെസൺ ഷുഡ് റിസൾട്ട് ടു ദാറ്റ് ഫോക്കസ്. ആ ഒരു ഫോക്കൽ പോയിന്റിലേക്ക് നമ്മുടെ പാഠങ്ങൾ എപ്പോഴും നീങ്ങണം. നമ്മൾ കാട് കയറി പറഞ്ഞ അവസാനം സമയത്ത് തീർക്കാനും പറ്റത്തില്ല, സമയത്ത് തീരത്തില്ല, അടുത്ത ആഴ്ച നമുക്ക് ഇനി ബാക്കി പറയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരിക്കലും പോകരുത്. സോ വി ഹാവ് ടു ബി വെരി പ്രിസൈസ്. എന്താണ് ഇന്നത്തെ പാഠത്തിലൂടെ പറഞ്ഞു കൊടുക്കേണ്ട അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടതായ ലെസൺ, ആ പ്രധാനപ്പെട്ട ഫോക്കസ്, ദാറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. നെക്സ്റ്റ് വൺ ഈസ് അറ്റൻഷൻ ഗെറ്റർ. ഹൗ ഡു വി ബിഗിൻ? ഇന്ന് നമ്മൾ സക്കായുടെ കഥയാണ് പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ന് യേശു കുരുടനായ ഭർത്യമായ സൗഖ്യമാക്കിയ കഥയാണ് പഠിക്കാൻ പോകുന്നത്. ഫിനിഷ്ഡ്. ഇനിയും പിന്നെ കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുരുടനായ ഭർത്യമായെ സൗഖ്യമാക്കുന്ന കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇനിയും പിന്നെ ആ കുട്ടികൾ പിന്നെ ശ്രദ്ധിക്കുമോ? ഇത് കുരുടന്റെ സൗഖ്യമാക്കുന്ന കഥയില്ല. അറ്റ് ലാസ്റ്റ് ആ ക്ലൈമാക്സിൽ കുരുടൻ സൗഖ്യമാകും. ഓൾറെഡി സാർ അത് പറഞ്ഞിട്ടുണ്ട്. സോ അവരുടെ ഇൻട്രസ്റ്റ് പോയി, അവരുടെ ആ കഥ കേൾക്കാനുള്ള ക്യൂരിയോസിറ്റി പോയി. അപ്പൊ നമ്മൾ ഈ പാഠപുസ്തകം എടുക്കുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പക്ഷപാതക്കാരനായ രോഗിയെ യേശുവിന്റെ അടുക്കല് 4 കൂട്ടുകാർ വന്ന് കൊണ്ടുവന്ന കഥയും ആ ആളെ എങ്ങനെയാണ് യേശു സൗഖ്യമാക്കിയെന്ന് നമുക്ക് പഠിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്ഡ്. നമ്മൾ പിന്നെ കഥ പറഞ്ഞിട്ട് ഒരു അർത്ഥവും ഇല്ല. അപ്പോൾ വി നീഡ് ടു ലീഡ് ടു ദാറ്റ് സ്റ്റോറി. നമ്മൾ ഇതൊന്നും ആദ്യം പറയണ്ട, അവരെ പെയ്യെ നമ്മളെ കഥയിലേക്ക് കൊണ്ടുവന്ന് അവരിങ്ങനെ നമ്മുടെ കണ്ണിലോട്ട് തന്നെ നോക്കിയിരിക്കും. കാരണം we are keeping some suspense and excitement and climax. ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ we have to grab their attention in a different form. Some kind, maybe an ice breaking പോലെ. വലിയ കുട്ടികൾക്കാണെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇട്ടിട്ട് ചോദ്യത്തിന്റെ ഒരു ഉത്തരം കൊടുക്കുക. കൊച്ചു കുട്ടികളാണെങ്കിൽ ചെറിയൊരു ഹാൻഡ് ട്രിക്ക് ഗെയിംസോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ നമ്മുടെ ലെസണുമായി ബന്ധപ്പെട്ട് ഒരു 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 എന്താ പറയുന്നത്, ഒരു അറ്റൻഷൻ, അവർ അറ്റൻഷൻ ഗെറ്റർ ഈസ് ലൈക്ക് എ ഹുക്ക്. നമ്മളിങ്ങനെ അശ്രദ്ധമായി ഇരിക്കുന്ന ഒരാളെ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഒന്ന് തോണ്ടിയെടുക്കുന്നതാണ് ഈ അറ്റൻഷൻ ഗെറ്റർ എന്ന് പറയുന്നത്. സോ ഹൗ ഡു വി ബിഗിൻ വെൻ വി സ്റ്റാർട്ട് ടു സേ സംതിങ്? ഒരു ന്യൂ ലെസൺ പഠിപ്പിക്കാനായിട്ട് എല്ലാവരും ഒന്ന് നോക്കിക്കുക പാഠപുസ്തകത്തിൽ. ഇങ്ങനെയല്ല, നമ്മളൊരു എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു ഇറ്റ്സ് ലൈക്ക് എ ഗേറ്റ്, ഇറ്റ്സ് ലൈക്ക് എ ഡോർ. നമ്മളെ ലെസണിലേക്ക് ഒന്ന് പ്രവേശിക്കാനായിട്ട് നമ്മുടെ ഡോറിന്റെ മുമ്പിൽ കുട്ടികൾ വന്ന് നിൽക്കുകയാണ്. സോ ആ ഡോർ ഓപ്പൺ ചെയ്യുന്നത് പോലെയാണ് ഈ അറ്റൻഷൻ ഗെറ്റർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വാട്ട് വി നീഡ് ടു ഡു ഈസ് ഗെറ്റ് ദി അറ്റൻഷൻ ഓഫ് ദി ക്ലാസ്, ഓപ്പൺ ദാറ്റ് ഡോർ സോ ദാറ്റ് സ്റ്റുഡൻസ് ക്യാൻ ഈസിലി കം ടു അവർ ലെസൺ. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ, ചോദ്യോത്തരങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം ഒരു ഹോംവർക്ക് നന്നായിട്ട് ചെയ്യണം. അവിടെ വന്നിട്ട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. സോ വി ഹാവ് ടു പ്രിപ്പയർ ഹൗ ഐ ക്യാൻ മേക്ക് എ അറ്റൻഷൻ ഗെറ്റർ ഫോർ ദിസ് പർട്ടിക്കുലർ ലെസൺ. ഇന്നിപ്പം AI ടൂൾസ് ഒക്കെ വളരെ അവൈലബിൾ ആണ്. നമുക്ക് അതിനൊന്നും പാടുപെടേണ്ട. ജസ്റ്റ് നമുക്ക് ChatGPT ചോദിച്ചാൽ മതി, ഇന്ന പാഠം പഠിപ്പിക്കാൻ പോകുന്നു, ഇതിന് പറ്റിയ ഒരു ഐസ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ഗെറ്റർ ഈസിലി അവർ തന്നെ ഒരു പല ഓപ്ഷൻസ് തരും. നമുക്കൊരെണ്ണം പിക്ക് ചെയ്യാം. പണ്ടത്തെ പോലെ ഒന്നും നമ്മൾ ഒത്തിരി തലപോകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ ടെക്നോളജി നമ്മളെ ഒത്തിരി സഹായിക്കുക ആ കാര്യത്തിൽ. സോ വി ഹാവ് ടു ഗെറ്റ് ആൻ അറ്റൻഷൻ ഗെറ്റർ. ഹൗ വി ക്യാൻ ജസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു അവർ ലെസൺ. ആ അറ്റൻഷൻ ഗെറ്റർ ക്ലിയർ ആണെങ്കിൽ കുട്ടികൾ അവസാനം വരെയും നമ്മുടെ പാഠത്തിൽ നിൽക്കും, അല്ലെങ്കിൽ they will be distracted. Then what we are doing is the active learning process. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് an experiential lesson. ഇപ്പൊ പുതിയൊരു മെത്തേഡാണ്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളുകളിലൊക്കെ എക്സ്പീരിയൻസ്, പണ്ടത്തെ പോലെ പാഠപുസ്തകം എടുക്കുക, കാണാൻ പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യുക, അത് പരീക്ഷ എഴുതുക, ആ പരിപാടികളൊക്കെ സ്കൂളിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ നിർത്തി. നമ്മൾ പഴയ മോഡലാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം, ഇതിന്റെ ആൻസർ എവിടെ. സോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. സോ വി ഹാവ് ടു ഗീവ് എൻ എക്സ്പീരിയൻഷ്യൽ ലെസൺ എന്ന് പറഞ്ഞാൽ ഇവർ ഈ പാഠത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് അവർക്ക് തോന്നും. സോ വി നീഡ് ടു ഗീവ് സം ഇന്ററാക്റ്റീവ്. വലിയ കുട്ടികളാണ് ഇന്ററാക്റ്റീവ് സെഷൻസ്, കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് തന്നെ ഈ പാഠം അവരുടെ അല്ലെങ്കിൽ ആ ലെസൺ ലൈവ്ലി അവരുടെ ലൈഫിലൂടെ പോകുന്നതായിട്ട് അവർക്ക് തോന്നും. സോ ആക്റ്റീവ് ലെസൺ പ്ലാൻ നമുക്ക് ചെയ്യണം. നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ഇന്ററാക്ട് ചെയ്യാനും അവരോട് ചോദിക്കാനും അവരുടെ ആൻസർ കിട്ടാനും, അങ്ങനെ ദർ ഷുഡ് ബി ആൻ ആക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്.
ഇറ്റ്സ് ലൈക്ക് അത് ഞാൻ അടുത്തൊരു സെക്ഷനിൽ ഞാൻ അതിൻ്റെ ഒരു സ്ലൈഡിലൂടെ കാണിക്കാം. ആൻഡ് ഫൈനലി ദർ ഷുഡ് ബി ആൻ ആപ്ലിക്കേഷൻ ഓൾസോ എന്ന് പറഞ്ഞാൽ ഹൗ വി ക്യാൻ അപ്ലൈ ദിസ് തിങ്സ് ടു യുവർ ലൈഫ്. ഇത്രയും സാധനം നമ്മുടെ പ്രസന്റേഷൻസിൽ ഉണ്ടായിരിക്കണം. സോ ആക്റ്റീവ് ലേണിംഗ് മീൻസ് ഒരു 25-30 മിനിറ്റ് നമ്മൾ വളരെ ലൈവായിട്ട് അവർ എൻഗേജ് ചെയ്യുന്നു വിത്ത് ആൻ എക്സ്പീരിയൻഷ്യൽ മെത്തേഡ്. ഒരു പക്ഷേ ടീച്ചർ തന്നെ അതിനൊരു ടൂളാകാം, അവിടെ കുട്ടികൾ ഒരു ടൂളാകാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സ് അതിന് ടൂളാകാം, ഒബ്ജക്റ്റീവ് ലെസൺസ്, വിഷ്വലൈസ്, ഇതെല്ലാം ഉപയോഗിച്ചാണ് നമുക്ക് ഈ ആക്റ്റീവ് ലെസൺ പ്ലാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഫൈനലി ദി ആപ്ലിക്കേഷൻ. നെക്സ്റ്റ്, ആസ് ഐ സെഡ്, ദി അറ്റൻഷൻ ഗെറ്റർ ഞാൻ പെട്ടെന്ന് പറയാം. ഇറ്റ്സ് ലൈക്ക് എ ഹുക്ക്. അത് ഒത്തിരി നേരം നമ്മൾ അതിനെ കൊണ്ട് പോകരുത്. നോട്ട് മോർ ദാൻ 4 മിനിറ്റ്സ്. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഗെയിം എല്ലാം കളിച്ച് അറ്റൻഷൻ ഗെറ്റർ ഒരു 10-15-20 മിനിറ്റ് പോയി കഴിഞ്ഞാൽ പാട് പഠിപ്പിക്കാൻ സമയം കിട്ടത്തില്ല. സോ വിതിൻ 4 മിനിറ്റ്സിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വെറൈറ്റി പ്രസന്റേഷൻ, സ്റ്റുഡൻസ് ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്ന, ക്ലിയർ ഫോക്കസ് വരാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അറ്റൻഷൻ ഗെറ്റർ വിത്തിൻ 4 മിനിറ്റ്സ്. ഇതൊക്കെ ഞാൻ പറയുന്ന ഒരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സിന്റെ ലെസൺ പ്ലാനിന്റെ ഒരു പ്രിപ്പറേഷനിലാണ് പറയുന്നത്. അതിൽ കൂടുതൽ നമ്മൾ കൊണ്ടുപോകരുത്. എൻ്റെ എപ്പോഴും പറയുന്നത് 30 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ പാഠം പഠിപ്പിക്കാൻ പറ്റണം. നമ്മൾ അതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിള്ളേർ ഡിസ്ട്രാക്റ്റഡ് ആവും. സോ ഒരു 4 മിനിറ്റ്സ് വി ക്യാൻ സ്പെൻഡ് ഇൻ അറ്റൻഷൻ ഗെറ്റിംഗ് ആൻഡ് അറ്റൻഷൻ ഗ്രാബിംഗ് ആൻഡ് തിങ്സ്. പിന്നാണ് നമ്മൾ ഈ ആക്റ്റീവ് ലെസൺ പ്ലാൻ. ഇത് നിങ്ങൾ കണ്ടാൽ അറിയാം ഇതെന്താണ്, ഒരു ബർഗറാണ്. ഈ ബർഗറിനകത്ത് ആക്ച്വലി പല കാര്യങ്ങൾ അവിടെ ചേർത്തിട്ടുണ്ട്. ആദ്യം ഒരു ബണ്ണ് വെക്കുന്നു, പിന്നൊരു മീറ്റിന്റെ സ്ലൈസ് വെക്കുന്നു, പിന്നൊരു ചീസ് വെക്കുന്നു, അതിന് മണ്ടയ്ക്ക് ഒരു ടൊമാറ്റോ വെക്കുന്നു, പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ലെറ്റൂസിന്റെ എന്തെങ്കിലും ലീവ്സ് വെക്കുന്നു, വെജിറ്റബിൾസ് വെക്കുന്നു, പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ചീസ് വെക്കുന്നു, പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ബട്ടർ വെക്കുന്നു, അതിൻ്റെ മണ്ടയ്ക്ക് എന്ത് ചെയ്യുന്നു. സോ എൻഡ് ഓഫ് ദി ക്ലാസ് ദി സ്റ്റുഡൻറ് ഗെറ്റ്സ് ദി ബർഗർ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി ക്ലാസ് അവർക്ക് ആ ലെസൺ ഫുള്ളി കിട്ടും. പക്ഷെ അവർക്ക് മനസ്സിലായില്ല ഈ ബർഗർ എങ്ങനെയാ വന്നതെന്നുള്ളത്. നമ്മളൊരു റെഡിമെയ്ഡ് ബർഗർ അല്ല കൊടുത്തത്, പക്ഷെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ്സിൽ ഓരോരോ സമയത്ത് നമ്മൾ ഓരോ ഡിഫറെന്റ് ടേസ്റ്റ്, ഫ്ലേവേഴ്സ്, കളേഴ്സ് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മളത് പഠിപ്പിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആക്റ്റീവ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. നമ്മൾ ഒരു കഥ ഒരു മോഡല്ല കീപ്പ് ചെയ്തത്. വി യൂസ്ഡ് ഡിഫറെന്റ് അപ്രോച്ച്. ചിലപ്പോൾ ഒരു വീഡിയോ ആകാം, ഒരു പ്രസന്റേഷൻ ആകാം, ഒരു ഡിസ്കഷൻ ആകാം, ഒരു ഡിബേറ്റ് ആകാം. അങ്ങനെ ഒരു പാഠം നമ്മൾ അവരിലേക്ക് പകരാനായിട്ട് വി യൂസ്ഡ് ഡിഫറെന്റ് വെറൈറ്റീസ്, ഡിഫറെന്റ് ടേസ്റ്റ്, ഡിഫറെന്റ് ഫ്ലേവേഴ്സ്, ഡിഫറെന്റ് കളേഴ്സ്. ഇതെല്ലാം കൂടെ ചെല്ലുമ്പോഴാണ് ഒരു പാഠം അവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഒരു പാഠം പഠിപ്പിക്കുമ്പോൾ ഹൗ കുഡ് ഐ ക്യാൻ മേക്ക് ഇറ്റ് ഡിഫറെന്റ്, ഹൗ ക്യാൻ ഐ പ്രസന്റ് ഇൻ ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് ഫ്ലേവേഴ്സ്, അത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ബി ഏബിൾ ടു ടീച്ച് ദം ദ സെയിം ലെസൺ ഇൻ എ ഡിഫറെന്റ് ഫോംസ്. പല പല കണ്ടന്റ്സ് കൊണ്ട് നമുക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ഈ പാഠം കൊടുക്കാനായി. സോ ബോഡി ഓഫ് ദ ലെസൺ ഷുഡ് നോട്ട് ബി വെരി മോണോലോഗസ്, ഒരേ ടോണസ്, ഒരു മോണോട്ടോണസ് ആയിട്ട് പോകുന്ന സാധനം ആയിരിക്കരുത്. ദർ ഷുഡ് ബി കൈൻഡ് ഓഫ് എൻഗേജ്മെന്റ് വിത്ത് ഡിഫറെന്റ് എലമെന്റ്സ്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു പ്രസംഗം പോലെ ഒരു മോണോട്ടോണസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേ അവർ ഓഫ് ആവും. സോ ദ സെയിം content can be delivered with different taste, different flavors, mix up with different colors, so that the end of the day they will get a good important lesson in their hand, in their mind. So lesson application ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. പ്രസന്റേഷൻ മെത്തേഡ് ഇതൊന്ന് നിങ്ങളോടൊന്ന് ജസ്റ്റ് പറയാം. ഞാനിത് മലയാളത്തിൽ ഒരു ബുക്കിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ്. നമ്മുടെ അധ്യാപന ശൈലി, പാറ്റേൺ, ടീച്ചിങ് പാറ്റേണിൽ if we just rely on only verbal methods, that means നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പറഞ്ഞതിന് ശേഷം ഒരു 30 മിനിറ്റിന് ശേഷം അവരോട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ many of the students would only recollect 70%. ഓർക്കണം, നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് എന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ if we had used only a verbal method, 70% only they can recollect after 30 minutes. ഇതൊരു സർവേ ആണ്. എന്നിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം മുമ്പ് എന്താ ടീച്ചർ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ only 22% they will recollect what they have learned in their scripture school if we are using a verbal method. If we are using a visual method, എന്തെങ്കിലും ഒരു പിക്ചറോ യൂട്യൂബ് വീഡിയോസോ
അല്ലെങ്കിൽ എന്തെങ്കിലും കളേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസ് ഒക്കെ കാണിച്ചാൽ പഠിപ്പിക്കുന്നെങ്കിൽ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടും 30 മിനിറ്റ് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ 85% ദേ ക്യാൻ റീകളക്ട് വാട്ട് ദേ ഹാവ് ലേൺഡ്. 3 ദിവസം കഴിഞ്ഞ് ചോദിച്ചാലും they will recollect around 60% what they have learned if we are using a visual method. If we are more than the visual method, action method, ദൃശ്യ ശ്രവണ പ്രവൃത്തി ശൈലി എന്ന് പറഞ്ഞാൽ we make them also to involve in studying the word. അവരെ കൂടി എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുത്തുന്നു. We engage them to take some action. നമ്മൾ ഒന്നിച്ച് പഠിക്കുന്നു. അവരോട് എന്ത് ചെയ്യുന്നു? ഇൻവോൾവ് ആയി പാർട്ടിസിപ്പേറ്ററി ലേണിംഗ്. They are also participating in learning the things. After 30 minutes, they will recollect around 90%. After 3 days, they will be able to recollect 80%. If they are also participating with us in our teaching program. നമ്മുടെ ഈ ടീച്ചിങ് എൻഗേജ്മെന്റിൽ അവരോട് ഇൻവോൾവ് ചെയ്തുള്ള ഒരു ആക്ഷൻ മെത്തേഡാണ് നമ്മൾ അവലംബിക്കുന്നെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ they will able to get 80% of what they have learned. So this is the presentation methods. So you think which method I can choose? നമ്മൾ എന്നും ഒരു മൊണോട്ടണസ് ആയിട്ടുള്ള വെർബൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ 22% അവരുടെ മനസ്സിൽ ഇരിക്കുന്നുള്ളൂ എന്താ പഠിച്ചെന്നുള്ളത്. ഇഫ് യു അറ്റ്ലീസ്റ്റ് യൂസ് സം വിഷ്വൽ മെത്തേഡ്സ് അറ്റ്ലീസ്റ്റ് 60% അവരുടെ തലയിലിരിക്കും. എന്നാൽ ഇഫ് യു മേക്ക് എ മോർ ആക്ഷൻ ആൻഡ് visual, action means in that we have verbal listening and also we have participatory, everything is involved in that third method, so that 80% will be recollected after 3 days itself. So this is something I just want to give you something, a small section. As I said, ഇത് കൊച്ചു പിള്ളേർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈനാമിക് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. സോ ഡൈനാമിക് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മേ ബി 1, 2, 3, 4 ക്ലാസ് വരെ ഉപയോഗിക്കേണ്ട കുട്ടികൾ ടീച്ചേഴ്സിന് വളരെ പ്രയോജനപ്പെടും. They have to very expressive in their teaching method. I know many of you are doing that. നമ്മളൊരു കഥ പഠിപ്പിക്കുമ്പോൾ ഷുഡ് ബി വെരി ക്യാപ്റ്റിവേറ്റീവ് ആയിട്ട്. We have to capture the audience with our expressions, with our hand moves, with our words, tone variations ഒക്കെ ഉണ്ടാകണം. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഹൗ നോട്ട് ടു ടെൽ സ്റ്റോറി. ആദ്യമേ നമ്മുടെ സ്റ്റോറിയുടെ ക്ലൈമാക്സും അതിൻ്റെ ഫുൾ സ്റ്റോറിയുടെ ഒരു ജിസ്റ്റ് പറയരുത്. വി ഹാവ് ടു ടേക്ക് ദം ടു ദ സ്റ്റോറി സ്ലോലി. കീപ് എൻ ഐ കോണ്ടാക്ട്. നമ്മൾ അവരുടെ മുഖത്തേക്ക് എപ്പോഴും നോക്കണം കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ. ബി വെരി എക്സ്പ്രസീവ്, ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മേക്ക് ദം ഓൾസോ ഇന്ററാക്ട് വിത്ത് അസ്. യൂസ് സം വിഷ്വൽ എയ്ഡ്സ്. വളരെ എളുപ്പമാണ് ഒരു വിഷ്വൽ. യേശുവിന്റെ ക്രൂശീകരണം പഠിപ്പിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ആണി കൊണ്ടുപോയാൽ മതി. കാരണം യേശുവിനെ ആണി കൊണ്ട് തറച്ച് യേശുവിനെ ക്രൂശിച്ചെന്ന് പറയുമ്പോൾ ദേ ക്യാൻ ജസ്റ്റ് ഇമാജിൻ സംതിങ് ഫ്രം ദെയർ വിഷ്വൽ കപ്പാസിറ്റി. എന്നാൽ അതൊരു ആണി കാണിക്കാൻ നോക്കിക്കേ, ഈ ആണിയുടെ വലുപ്പം എത്രമാത്രം ഉണ്ട്. ഇതിനെക്കാട്ടിൽ ഇത്രയും വലുപ്പമുള്ള ആണിയാണ് യേശുവിന്റെ കൈക്കകത്തോട്ട് അടിച്ച് കയറ്റുക. സോ they will, by looking that nail, ആ ഒരു ആണി കണ്ടാൽ തന്നെ they will realize, wow, എത്ര വേദനിച്ചാണ് യേശുവിന് അപ്പച്ചൻ എത്രമാത്രം വേദനിച്ചാണ്. അവരുടെ കയ്യിലോട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ ഒന്ന് ആണി കൊണ്ടൊന്ന് മുട്ടിച്ച് നോക്കണം. അപ്പോൾ എന്ത് വേദന എടുത്താണോ ഇതിങ്ങനെ യേശു അപ്പച്ചന്റെ കൈക്കകത്തോട്ട് അടിച്ച് അപ്പുറത്തിറക്കി എന്നൊക്കെ പറയുമ്പോൾ സിംപ്ലി നമ്മളൊരു വെറും ഒരു 50 പൈസയ്ക്ക് കിട്ടുന്ന ആ ആണി എത്രമാത്രം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയും. സോ ദാറ്റ് കൈൻഡ് ഓഫ് വിഷ്വൽസ് aids are always good when we teach lessons for smaller classes. I think the time is all up. So please feel free to talk in between also. I am still available here. So എന്തെങ്കിലും ഹെൽപ്പ്, എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിസോഴ്സസ്, ഇതുപോലുള്ള സ്ലൈഡ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ you can still approach me. I can help you in giving you more resources in this area. So now I just want to pause here. If you have any questions or any clarification, you can please ask now. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.